ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദൻ. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലമാണ്. ഇപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക, അല്ലെ? ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി സെപ്റ്റംബർ മാസമാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് കാണേണ്ടത്, എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക. തൊഴിൽ സംബന്ധമായിട്ട്, വിദ്യാർത്ഥികൾ കാര്യങ്ങള്, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ ഈ ഒരു മാസഫലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. രാശിഫലം വെച്ചോ ലഗ്നഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. രണ്ടും കൂടി കാണുമെങ്കിൽ ഉചിതമായിരിക്കും. രണ്ടും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മേടരാശിയിൽ ജനിച്ചു, ഇടവ ലഗ്നമാക്കി മേടത്തിന് ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിന്റെയും കൂടി ഫലം കോടിയേരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിന്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഒരു കേട്ടോ, നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അധികം മേടക്കൂറ് അശ്വതി ഫണ്ണി കാർത്തിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് എന്താ മേടരാശി, മേടക്കൂറ് എന്ന് പറയുക. ഇപ്പൊ മേടരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം തൊഴിൽ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ ശനിയൊക്കെ വക്രത്തിലുള്ള സമയമാണ്. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. 3 കുജനം, 2 വ്യാഴം ഒക്കെ നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മളത് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കുക തന്നെ ചെയ്യണം. അത് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ, ആളുടെ തെറ്റാണ്, നമ്മുടെ തെറ്റാണ്, അല്ലെ? അപ്പൊ അവസരങ്ങൾ തരുമ്പം കൃത്യമായത് വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. ജാതകത്തിനോട് നമുക്ക് നല്ലൊരു സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ലൊരു മാസം നിന്നേക്ക് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ഇപ്പൊ ജാതകത്തിൽ ഏത് ദശയാണ്, അതിന്റെ അപകാരം ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലങ്ങളൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉത്തമമാണെങ്കിൽ നമുക്ക് നല്ലൊരു അനുകൂലമായ സമയമാണ്. ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ ഉത്തമമായ ഒരു സമയം തന്നെയായിരിക്കും ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്ന. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ നോക്കുന്നവർക്കും ഉത്തമമായ സമയമാണ്. നമുക്ക് നല്ലൊരു മാസമായിട്ട് നമുക്കറിയാം. വ്യാഴം നല്ല രീതിയിലുള്ള പ്രസാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഗുരുവിന്റെ ഭാഗത്ത് നോക്കിയാൽ വലിയ നെഗറ്റീവ് സൈഡ്സ് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഭാഗ്യത്തെ ഒക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. ശനിയായെങ്കിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് നല്ല നല്ല അവസരങ്ങളൊക്കെ തരിക, സാമ്പത്തികമായ നേട്ടം, പുരോഗതികളൊക്കെ നൽകാനും തൊഴിൽ സ്ഥാനത്തായാലും തൊഴിൽ പുരോഗതിയൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. കുടുംബ സംബന്ധമായിട്ട് നോക്കുകയെങ്കിൽ, ഫാമിലി റിലേറ്റഡ് ഒക്കെ നോക്കുകയെങ്കിൽ 2 വ്യാഴം നിൽക്കുന്ന സമയമാണ്. എന്നാൽ നമ്മുടെ സെപ്റ്റംബർ 18 വരെ എന്ന് പറയുന്ന ശുക്രൻ കേതുവായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. 6ാം ഭാവത്തിൽ കന്നി രാശിയിൽ നീചത്തിലാണ് ശുക്രൻ നിൽക്കുക. പ്രണയ സംബന്ധമായിട്ടുള്ളവർക്ക്, പ്രണയികൾക്കൊക്കെ ചില ദുഃഖാനുഭവങ്ങൾ, സങ്കടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന, അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നു, അത് ഉത്തമമായിരിക്കും. ഈ ഒരു മാസം കൂടുതലും നമ്മളെ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം കുറച്ചുകൂടി സുഖമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിച്ച് പ്രശ്നമാക്കാതെ, അല്ലെങ്കിൽ ഭാര്യ ഒന്ന് പറഞ്ഞാലും ഭർത്താവ് ഒന്ന് പറഞ്ഞാലും തിരിച്ച് വേറെ 2 പറഞ്ഞു, അതിന് തിരിച്ച് 3 പറഞ്ഞു, അതിന് തിരിച്ച് 4 പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു ഓരോ പ്രശ്നങ്ങൾ വരുത്താതെ ശ്രദ്ധിച്ച് ജാഗ്രത, 2 പേരും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ ഒരു മാസത്തെ നോക്കി കാണാവുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. നമ്മൾ ഫാമിലി റിലേറ്റഡ് നോക്കുമ്പോൾ നമ്മളൊരു സാമ്പത്തിക ഇടപാടുണ്ട്, നമ്മളൊരു പങ്കാളിയും കൂടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയും ഭർത്താവിനോട്, ഭർത്താവെങ്കിൽ ഭാര്യയോടും ഒന്ന് സംസാരിക്കുന്നതൊക്കെ കുറച്ചുകൂടി ഉത്തമമായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ. കാരണം മേടത്തില് നമ്മൾ 7ാം ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നീ എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നീ എന്താ എന്നോട് പറയാത്ത എന്നൊക്കെ ചോദിച്ച് അങ്ങനെയും ചില ബഹളങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പിന്നെ തോന്നുമ്പോൾ ഒക്കെ ഇതൊക്കെ വഴക്ക്, എന്തിനാണ് വഴക്ക് ഇട്ടതെന്ന് പോലും നമ്മൾ ചിന്തിച്ചിരിക്കും. പക്ഷെ ഒരു വഴക്ക് ഇടുന്ന സമയത്ത്, നമ്മളൊരു തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വശം തെറ്റുണ്ടെങ്കിൽ പോലും നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല, സമ്മതിച്ചു കൊടുക്കൂല. നമ്മൾ ജയിക്കാനേ ശ്രമിക്കുള്ളൂ, അല്ലെ? അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാസമായിട്ട് തന്നെ കാണാം കേട്ടോ. കാരണം മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് അനുകൂലമായ കാലങ്ങളെക്കാൾ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്,
അതൊക്കെ എന്ത് ചെയ്യുന്നത് ജാഗ്രതയായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വ്യാഴം അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ്. നല്ല അറിവിനെയൊക്കെ നേടാൻ സാധിക്കുന്ന സമയമാണ്. ഉപരി പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. മത്സര പരീക്ഷയിലൊക്കെ വിജയം പറയാവുന്ന സമയമാണ്. സെപ്റ്റംബർ 16 വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന നല്ല ഉത്തമമായ സമയമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആ സമയത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം 16-ന് മുമ്പൊക്കെ എക്സാംസ് ഉണ്ട്. അപ്പൊ അതിന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 16-ന് മുമ്പ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് 16-ാം തീയതി കഴിഞ്ഞിട്ടാണ് എക്സാം. സോ നിങ്ങൾ അതിന്റെ മുമ്പ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, 16-ാം തീയതി വരെ നല്ല പ്രിപ്പയർ ചെയ്യാം. ലാസ്റ്റ് മിനിറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അന്നത്തെ ദിവസം ചെറിയൊരു തലവേദന വന്നതാണ്, ഒരു ക്ഷീണം വന്നതാണ്, നമുക്ക് ആ റിവിഷൻ ചെയ്യാൻ നിൽക്കുന്ന ദിവസം നടന്നു വരില്ല. സോ 16-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പഠിക്കാനുള്ളത് പഠിച്ചു തീർക്കുക. പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, റിവിഷൻ ചെയ്യാനുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക 16-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനുശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിന്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം. നമ്മൾ 16-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിവിഷൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താൽ പോലും നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്നു വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ഈശ്വരാധീനയൊക്കെ വർദ്ധിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ആവശ്യമായി വരും. സോ പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം 16-ാം തീയതിക്ക് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രവി സൂര്യൻ കന്നി രാശിയിലേക്കാണ് രാശി മാറുന്നത്. അതിനുശേഷം ബുധൻ കന്നി രാശി ചെയ്ത് യോഗം ചെയ്യുന്നുണ്ട്. അപ്പം അനാവശ്യമായ കുഴപ്പങ്ങള് തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സോ 16-ാം തീയതിക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അടുത്ത നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം, ആരോഗ്യമൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത. മേടരാശി ജനിച്ച സ്ത്രീകൾക്ക്, മേടലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അത് ഇന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. പൊതുവെ നോക്കിയാൽ ശുക്രൻ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു മാസം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സെപ്റ്റംബറിന്റെ പകുതി ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രാശി മാറുന്ന സമയമാണ്. നമുക്കൊരു ഉന്മേഷക്കുറവ്, നമുക്ക് ഭയങ്കര ഡ്രൈ ആയ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തില് എക്സോസ്റ്റ് ആയി നമുക്ക് ഒന്നും മുന്നോട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഫുൾ എനർജി ലോസ് ഫീൽ ചെയ്യാം, ടയേർഡ് ഫീൽ ചെയ്യാം, നമുക്ക് അനാവശ്യമായ ഭയങ്ങൾ പേടിയാവുന്ന ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഇതിനു മുമ്പ് നല്ല സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു പേടി, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോവോ, അതൊരു ആദ്യമായിട്ട് വരിക, അങ്ങനെ ടെൻഷൻ കൂടുക അല്ലെങ്കിൽ സ്ട്രെസ് കൂടാനൊക്കെ സാധ്യത കൂടുതലുള്ള സമയമാണ്. പക്ഷെ കൃത്യമായി നമ്മൾ മരുന്നൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യട്ടും, അതിനൊക്കെ ഒരു ശമനം ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ മാസം ഇതിനു മുമ്പ് രോഗങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നവരെ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ വൈദ്യനെയൊക്കെ ലഭിക്കുകയും നല്ല മരുന്നുകളൊക്കെ ശേഖരിക്കാൻ പറ്റുന്നൊരു സമയം തന്നെ ഉത്തമമായ സമയമാണ് കേട്ടോ. പൊതുവെ നോക്കിയാൽ മേടരാശിയെ സംബന്ധിച്ചോളം സെപ്റ്റംബർ മാസം വെച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പ്രതീക്ഷ നൽകാവുന്ന ഒരു മാസം തന്നെയാണ്. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ ജീവിതം ഭയങ്കരമായിട്ട് ക്ലേശിക്കുന്ന ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുൻകരുതലോടെ നിങ്ങൾ മുന്നോട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തെ വളരെ നല്ല ശുഭകരമായ മാസമായിട്ട് മാറ്റാൻ സാധിക്കും. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വലിയ നല്ല ഫലങ്ങൾ, ദോഷഫലങ്ങളൊക്കെ കേട്ടു അല്ലെ. അപ്പൊ ആ ചെറിയ ദോഷഫലങ്ങൾ ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട, അതിന് വേണ്ട ജാഗ്രത മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത്രയൊക്കെയാണ് മേടരാശിയെ സംബന്ധിച്ചത്. ഇടവരാശി കാർത്തിക മുക്കാട് രോഹിണി മകേരം വരെ അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. ഇടവരാശി അഥവാ ഇടവലഗ്നം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി വക്കർത്ത് നിൽക്കുന്ന സമയമാണ്. ഇടവത്തിന് നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിട്ട് പറയാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മുടെ ജാതകത്തിൽ ശനി ഉത്തമമായിട്ടാണ് നിൽക്കുക, അനുകൂലമായിട്ടാണ് നിൽക്കുകയെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യം ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊക്കെ പോകുന്നവര് ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ല ചെയ്തതെങ്കിൽ നമുക്കത് വലിയ നഷ്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അത് കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങാൻ ശ്രമിക്കാം. പുതിയ ഐഡിയാസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമായിരിക്കും. സോ അതിൽ എല്ലാ ഐഡിയാസും വർക്കൗട്ട് ചെയ്യാൻ നോക്കല്ല, അതിലെ ആ ഐഡിയാസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ഏത് ഐഡിയ ആണോ വർക്കൗട്ട് ആവണോ ഏറ്റവും ഉത്തമം എന്ന് നോക്കി മാത്രം മാർക്കറ്റൊക്കെ ഒന്ന് പഠിച്ച ശേഷം മാത്രം അതെന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക്, ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ ഭാരമൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും.
ചെയ്യുന്ന തൊഴിൽ ഭയങ്കരമായിട്ട് ഭാരം അനുഭവപ്പെടാം. ആ ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ പേര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, സെപ്റ്റംബറിന് മുമ്പേ നിങ്ങളുടെ പേരൊക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, പ്രൊമോഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊമോഷനുകൾ ലഭിക്കാൻ സാധ്യത. അതല്ലാതെ സെപ്റ്റംബർ മാസത്തിൽ ഒരു പ്രൊമോഷനിലേക്ക് വരാനോ ഒന്നും അത്ര വലിയ ഇതൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമം കൈവിടണ്ട, പരിശ്രമിക്കുക. ഓക്കെ, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്കപ്പോ ഒരു നാൾ എന്തായാലും അത് കീഴടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പരിശ്രമം ഒന്നും കൈവിടല്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓക്കെ, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാരണം ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ദുഃഖമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും അല്ലെ. ജീവിതത്തിൽ എപ്പോഴും ദുഃഖ കണലായി കിടക്കും. അപ്പൊ അതിന് നല്ലത് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ അടയാളങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ പലകാലമായിട്ട് അന്വേഷിച്ചു, തൊഴിലൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ എല്ലാം നിർത്തും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും തൊഴിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലേ തൊഴിൽ എന്നെ കൊണ്ടൊന്നും പറ്റുന്ന പറയില്ല. നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ താഴ്ന്നൊരു രീതിയിൽ പോയിട്ട് ജോലി ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ കയറുക, സ്ട്രെസ്സൊക്കെ കയറാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷണം കിട്ടുന്നൊന്നുമില്ല. എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഇന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും കിട്ടിയ പലയിടത്തും നമുക്ക് ഒരു ജോബ് കിട്ടാത്തൊരവസ്ഥ ചാൻസ്. നമ്മളെയും കഴിഞ്ഞ് ടാലന്റ് കുറഞ്ഞവർക്ക് ജോലി വിട്ടു പോകുന്നു, എന്നാലും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഒരു നിരാശാബോധം വരാൻ സാധ്യതയുണ്ട്. സോ അതൊന്നും വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നേരത്തെ ചിന്തിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. സോ അതൊക്കെ ടേക്ക് കെയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു മാസത്തെ നോക്കി കാണാൻ ശ്രമിക്കണം കേട്ടോ. ബിസിനസ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ്. നമുക്കൊരു നല്ലൊരു പ്രോപ്പർ ആയിട്ടൊരു ഇൻകം ഒക്കെ കിട്ടും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് സൈഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള. പിന്നെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ടായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മത്തിൽ തന്നെയാണ് അല്ലെ വ്യാഴം എന്ന് പറഞ്ഞ ഇടവൻ രാശിയിലാണ് വ്യാഴം നിൽക്കുക. നമുക്ക് എന്തും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. എന്തൊരു കാര്യം ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നു കിട്ടുന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട സമയം തന്നെയാണ്. സോ നമുക്ക് മനസ്സിലാക്കണം, എല്ലാ കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുകയില്ല. ഓക്കെ, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആയ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞ ആ എക്സ്പെക്ടേഷൻ ആണ് നമ്മളെ എന്ത് ചെയ്യണേ എല്ലാത്തിനും പ്രശ്നമാക്കുന്നത്. അതൊരു നമ്മൾ ഉദാഹരണത്തിന് ഒരു മൂവി എടുക്കുകയാണെങ്കിലും ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ എന്ത് സമീപിച്ചാലും അതെന്ത് സംഭവിക്കും, നമുക്ക് ഒരു ബാഡ് എഫക്റ്റ് അല്ലെങ്കിൽ ബാഡ് റിസൾട്ട് നമുക്ക് നൽകുകയുള്ളൂ. അത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതം മുന്നോട്ടും അങ്ങനെ തന്നെ ചിന്തിക്കാവുള്ളൂ. എന്തൊരു കാര്യം നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഇതിന് നമ്മളൊരു പോസിറ്റീവ് തിങ്ക് ആയിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, നടന്നില്ല, ഓക്കെ ഐ ക്യാൻ ട്രൈ അഗൈൻ. ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ്റും. ഒരു തൊഴിൽ നോക്കി അല്ലെങ്കിൽ കുടുംബത്തിൽ നോക്കുകയാണെങ്കിലും വിവാഹത്തിനൊക്കെ നോക്കി നടക്കുന്നില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്നേ, പരിശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഫാമിലി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും ഫാമിലി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയാലും കുറെ നാളായി കല്യാണം കഴിഞ്ഞു, എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസം നിങ്ങൾക്ക് കടന്നു കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ രാശിനാഥനായ ശുക്രൻ നീചത്തിൽ കേതുവിനോടുകൂടെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സോ നമ്മുടെ മനസ്സിന് ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് പ്രണയയുടെ കാര്യത്തിലായാലും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് എനിക്ക് ഈ പ്രണയം വേണ്ട, എനിക്ക് ഈ പ്രണയം വേണ്ടായിരുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, ഇപ്പൊ ആ പ്രണയം വേണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു മന്ത് വെയിറ്റ് ചെയ്യുക, പയ്യൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ മന്തിൽ നിങ്ങൾ എടുത്തു പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകണ്ട, അടുത്തൊരു മന്ത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 മന്ത്, പക്ഷെ എന്താ തന്നെയാലും ഈ ഒരു മാസത്തിൽ എടുക്കുമ്പോൾ ഒരു മന്ത് നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, ഇത് വേണോ വേണ്ടയോ എന്ന. നിങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ 2 ദിവസം മിണ്ടാതെയൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഈശ്വര പ്രാർത്ഥനയിൽ കൂട്ടുകളാക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും, നമുക്കൊരു കൃത്യമായി നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിൽ തന്നെ ഒരു ഉത്തരം കിട്ടിത്തരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ നമ്മൾ എന്ത് പറയണം എന്ന് ആഗ്രഹിച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. നമ്മൾ പറയല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ വായിക്കകത്തുനിന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാ തുറന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒന്നല്ല 2-3 വട്ടം ചിന്തിച്ച ശേഷം മാത്രം ആ സംസാരം അല്ലെങ്കിൽ ആ വാക്ക് അവിടെ പറയുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ അത് പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊരു ദുഃഖമായി മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 16 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു പ്ലാനിങ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതിനുള്ള ശേഷമുള്ള സമയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സംശയം, നമുക്ക് പൂർണ്ണമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വൈസ് സ്വീകരിക്കുക. ആരുടെ കയ്യില്, നിങ്ങളുടെ പേരന്റിന്റെ കയ്യില്. ഞാൻ പേരൻസിന് അത് കൃത്യമായി നിങ്ങളുടെ ആ സംശയത്തെ നിവാരണം ചെയ്യാൻ സാധിക്കില്ലേ, നിങ്ങളുടെ മെന്ററിന്റെ കയ്യില്, ഫാക്കൽറ്റിയുടെ കയ്യില്, അതല്ല നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡ് ആവാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നന്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരില്ല ദോഷം വരണം എന്ന് ആഗ്രഹിക്കാത്ത ആരോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വൈസ് എടുക്കാം നിങ്ങളുടെ എൽഡേഴ്സിനോട്. അപ്പം ചെറിയ ആൾക്കാരോടും ചോദിക്കും. കാരണം അത് പ്രായം മുതിർന്നവർക്ക് തന്നെ അറിവ് കൂടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മളെങ്ങനെ ചെറിയവരായി പറഞ്ഞ കാര്യമുണ്ട്, അതിലെന്തെങ്കിലും കയമ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം. അതാണ് എന്ത് നല്ലൊരു മനുഷ്യൻ എന്ന് പറയും അല്ലെ. നമുക്ക് വലിയ ഈഗോ ഒന്നും ഇല്ലാതെ നല്ലൊരു കാര്യം ആരും പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കാൻ ശ്രമിക്കുക, അത് എഗ്രി ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ആരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ സ്ത്രീകൾ അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ വിവാഹമൊക്കെ ശേഷം കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് ഉപരി നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നിങ്ങൾ ഈ ഒരു മാസം നന്നായി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ അവർ പറയേണ്ട വിചാരിച്ച കാര്യങ്ങളല്ലായിരിക്കില്ല നിങ്ങളോട് പറയുന്നത്. സോ ആ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഭർത്താവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് ഈ ലൈഫ് ഈ ഒരു മന്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ഒരു കലഹം വരാതെ നിങ്ങൾക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അവളത് പറഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ, അല്ലെ അവളിത് പറയുന്നത് ഇതായതുകൊണ്ടാണല്ലോ. എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് പറയാനുള്ള മൊത്തം പറയല്ല. ഓക്കെ, അബദ്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ കടത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 18 വരെ എന്ന് പറയുമ്പോൾ ശുക്രൻ കേതുവിനോട് യോജിക്കുന്ന സമയമാണ്. നമുക്കൊരു മൊത്തത്തിൽ ഒരു ഇറിറ്റേറ്റിംഗ് മൂഡായിരിക്കും നൽകുക. ഓക്കെ, നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് മൂഡ്, നമുക്ക് എപ്പോഴും മൂഡ് ഇങ്ങനെ സിഗ്ഗായിക്കൊണ്ടേയിരിക്കും. നമ്മളെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഭർത്താവ് വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ഇഷ്ടത്തോടെ ആയിരിക്കും എന്ന് സംസാരിക്കും. പക്ഷെ നമുക്കതൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഭർത്താവിനോട് ഇത് കൃത്യമായിട്ട് കേൾക്കുക. ഇവരിത് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവർക്ക് ഈ മൂഡ് ഇങ്ങനെയാണ്, ഇറിറ്റേറ്റിംഗ് മൂഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു മാസത്തിൽ നോക്കി കാണാൻ സാധിക്കും. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ കേതു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനൊക്കെ ആവശ്യങ്ങളൊക്കെ വരാം. അതൊക്കെ നമുക്ക് എന്ത് റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യും. 16 ശേഷം സൂര്യൻ കേതുമായിട്ട് യോഗം ചെയ്ത സമയത്താണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള ഫലത്തേക്ക് പ്രദാനം ചെയ്യാം. മിഥുന രാശി മകേര മര തിരുവാതിര പുണർദ മുക്കാടുന്നത് 2 നക്ഷത്രമാണ് മിഥുന രാശി അഥവാ മിഥുന. അപ്പം മിഥുന രാശിയെ സംബന്ധിച്ചവരും ഈ ഒരു മാസം എന്ന് പറയുക തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ 10 രാഹു ഒക്കെ നോക്കുന്ന സമയമാണ്. രാഹുവിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ, ഒന്നിനെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഒരു കാര്യത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല. പല കാര്യങ്ങളും ഏത് ഓപ്ഷൻ എടുക്കണം, പല അവസരങ്ങൾ വരുമ്പോൾ ഇതിൽ ഏത് അവസരം ഞാൻ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വ്യാഴമൊക്കെ നമുക്ക് 12 നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണോ ആദ്യം കിട്ടുന്ന അവസരം അതങ്ങ് എടുക്കുക. ഇപ്പം ഒരു തൊഴിൽ ലഭിക്കാൻ വേണ്ടി നോക്കുവാണ്, അപ്പൊ പല ഒരു ഭാഗത്തിന് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ സെലക്ട് ആയിട്ടുണ്ട്. ഏതിനെ പോകണം, നിങ്ങൾക്ക് ആദ്യം ഏത് ലെറ്ററാണോ കിട്ടുന്നത് അത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതേപോലെ എന്തൊരു അവസരമായാലും ജീവിതത്തിൽ എന്തൊരു കാര്യങ്ങൾ വന്നാലും ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏതാണോ അതങ്ങ് എടുക്കുക. പരീക്ഷയുടെ കാര്യമല്ല, വിദ്യാർത്ഥികളോടും പറയാം. ഓക്കെ, അല്ലാതെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്ന ഓപ്ഷൻ എന്താ അത് നോക്കുക. ഇപ്പൊ ഒരു ജോലി ഉണ്ട്, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ ആ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് ഇറങ്ങിയിട്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ കയറിയാലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഏത് ജീവിതത്തിലാണ് ഏതൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് വെച്ചാൽ
ഏതൊരു തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു തൊഴിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ജോലി ഉണ്ടെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ മറ്റേ പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. ഏത് ഓപ്ഷൻ വരുന്ന അനുസരിച്ച് എടുക്കുക. മറ്റു ജോലി ഉണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ വന്നു ഇപ്പൊ മൂവ് ഓൺ ചെയ്യണ്ട. ഈ ഒരു മാസം അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സറൗണ്ടിങ് ഇഷ്ടപ്പെടുന്നുണ്ടാവൂല. നിങ്ങൾക്ക് നിങ്ങളുടെ കോവർക്കേഴ്സ് കുറച്ച് ഈഗോസ് ഉള്ളവരാവാം, അല്ലെ ബോസിന് കുറച്ച് ഈഗോസ് ഉണ്ടാവാം, എന്തും ആവാം. പക്ഷെ എന്തൊരു വിഷയമായാലും നിങ്ങൾക്കൊന്ന് സഹിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു മാസം അങ്ങനെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. ഓക്കെ, അപ്പം ഇല്ലാത്തൊരു ജോലിക്ക് തപ്പുന്നവർക്ക് അന്വേഷിക്കാം. ബിസിനസ് കാര്യം നോക്കിയാലും ഉത്തമമാണ്. പക്ഷെ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന ഉത്തമമായിരിക്കും. ചെലവൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. എന്തൊരു കാര്യം നല്ല രീതിയിലുള്ള ചിന്തനയൊക്കെ ആവശ്യമായി വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. 23 സെപ്റ്റംബറിന് ബുധൻ കേതുവിനോട് കൂടുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. നമുക്ക് തന്നെ നമ്മുടെ മേലിൽ എന്നെ കൊണ്ടാണ്, എനിക്ക് അറിയാവുന്ന കാര്യമല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ ഇരിക്കാതെ ബെറ്റർ ഒരു അഡ്വൈസ് എടുക്കുക. നമുക്ക് ആരാണ് അഡ്വൈസ് ചെയ്യാൻ നല്ലത് അവരെ അഡ്വൈസ് എടുക്കുക. നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകുക, അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു പുതിയ കാര്യം നടത്തണം, ഒരു പുതിയ കാര്യം ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലതാണുണ്ട്, ആരോടെങ്കിലും ചോദിക്കണം. ആരോടെങ്കിലും ചോദിച്ച് നമ്മൾ അതിനെ എപ്പോഴും പറയാൻ തക്ക വണ്ണം കഴിവുള്ളവർ ആരോടും ചോദിക്കണം. അതല്ലാതെ നമ്മളിപ്പോ ചോദിക്കാൻ പോകുന്നത് ഫിനാൻസ് റിലേറ്റഡ് കാര്യമാണ്. നമ്മൾ പോയി എന്ത് ചെയ്തല്ല, ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളോട് പോയി ഫിനാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? അവൻ പറഞ്ഞു തരണം എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞാൽ പൊട്ടത്തരായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കേണ്ട കാര്യം ആർക്കാണോ അറിയാവുന്നത്, അതിൽ ആർക്കാണോ എക്സ്പെർട്ടൈസ് ഉള്ളത് അവരോട് അത് ചോദിക്കുക. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിൽ ആരാണോ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന, എന്ന് വെച്ചാൽ ഫിനാൻസ് സാമ്പത്തികമായിട്ട് മേടിക്കാനല്ല, നമുക്കൊരു അഡ്വൈസ് സ്വീകരിക്കുന്ന ആർക്കാണോ പറ്റുന്നത് അതിലെത്തുക. ഇനി ബിസിനസ്സിനൊരു മാർക്കറ്റിംഗ് സ്റ്റൈൽ നോക്കണം. ഓക്കെ, മാർക്കറ്റിങ്ങിന് ആരാണോ ബെസ്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ നൽകാൻ കേപ്പബിൾ ആയിട്ടുള്ളവർ ആരാണോ അവരോട് ഡിസ്കസ് ചെയ്യുക. അത് വലിയ പോരായ്മയായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓവർ കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഭാവിയിലായാലും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അത് ഞാൻ കരുതുന്ന ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുജനൊക്കെ നിൽക്കാവുന്ന ഭാവത്തിലായിരിക്കും. പൊതുവെ ഒരു ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും. ആരോടും ഒരു വലിയ മമതയൊന്നും നമുക്ക് അങ്ങനെ വലിയ കാര്യം തോന്നുന്നുമില്ല. നമുക്ക് എന്താണോ പറയാൻ വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ കേൾക്കുന്നല്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അത് വേറൊരു തലത്തിൽ വേറൊരു രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അത്രമാത്രം ചിന്തിച്ച് മാത്രം ഓരോ വാക്കുകൾ പറയുക. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാസം പറയുന്ന വാക്ക് കാരണം വളരെ കാലമായി നിന്നൊരു സൗഹൃദമാവാം, അല്ലെങ്കിൽ ഒരു ബന്ധമായിരിക്കാം. ആ ബന്ധം എന്താവും, നിമിഷ നേരം കൊണ്ട്, സെക്കൻഡ് നേരം കൊണ്ട് അതിൽ ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളവിടെ കണ്ടാൽ പോലും മിണ്ടൂലാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി ചിന്തിച്ച് മാത്രം, ഒന്നിന് 100 വട്ടം ചിന്തിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കാര്യം പറയുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമാധാനം, പേഷ്യൻസ് നമ്മൾ വിട്ട് കളയുകയേ ചെയ്യല. ഒരു മാസം എന്തൊക്കെ നമുക്ക് പ്രലോഭനം വന്നാലും അതിനേക്ക് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പ്രെയർ ചെയ്ത് ഒന്ന് കാം ഡൗൺ ആക്കി പേഷ്യന്റ് ആയിട്ട് നോക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരില്ല. ഓക്കെ, ദേഷ്യം വരുമ്പോൾ ഒരു വാക്ക്, കമ എന്ന ഒരു അക്ഷരം പോലും എന്ത് ചെയ്യാനാണല്ല നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. നമുക്ക് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിക്കാൻ നേരം. അപ്പൊ ആ ദേഷ്യം പെട്ടെന്ന് അങ്ങ് ആളുന്നില്ലാതെയാവും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം നമ്മൾ ജപിക്കുക. അപ്പൊ ആ ദേഷ്യം എന്ത് ചെയ്യും, നമുക്ക് ആ ദേഷ്യം അന്നേരം തന്നെ ഇല്ലാതെയായി നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിറയും. ഓക്കെ, അപ്പൊ ഈ മന്ത്രം ചെല്ലുമ്പോൾ നമ്മുടെ ആ ഇഷ്ടദേവതയുടെ രൂപം നമ്മുടെ ആ മനസ്സിലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുക. ആ ഇഷ്ടദേവതയെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നതായിട്ട് കാണുക. അപ്പൊ തന്നെ ആ ദേഷ്യം ഇല്ലാതെയാവും. അപ്പൊ നമ്മളെ പറയാൻ തുറക്കണമെന്ന് നമ്മളുടെ വാങ്ങാടി. ഓക്കെ, അതായിരിക്കും ഈ ഒരു മാസം നല്ല ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രണയികളായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വിദ്യാർത്ഥികളായി നോക്കുകയാണെങ്കിൽ ബുധനൊക്കെ നല്ല സ്ഥാനത്താണ് 23-ാം തീയതി വരെ. അതിനുശേഷം എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പേരൻസ്, മെന്റർ, എക്സ്പേർട്ട് അല്ലെ എൽഡേഴ്സ് ആർക്കാണ് നിങ്ങൾക്ക് ആ ഉപദേശം നൽകാൻ സാധിക്കുന്നത് അവരോട് എന്ത് ചെയ്യുക, ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കും
ഉത്തമം എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹത്തിന് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ 12 നിൽക്കുന്ന സമയമാണ്. മിഥുനത്തെ കുജൻ നിൽക്കുന്ന സമയമാണ്. ശുക്രൻ നീചത്തിൽ പോകും. പൊതുവെ മിഥുനത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയമായിരിക്കും. പെട്ടെന്ന് റിയാക്റ്റീവ് ആവുന്ന കാര്യങ്ങളായിരിക്കും. ഭർത്താവ് പോലും ചിന്തിക്കും, ഇത്ര നാളും ഇങ്ങനെ റിയാക്റ്റീവ് ഇല്ലല്ലോ, പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിലൊരു ദുഃഖഭാവം ഒക്കെ തോന്നാനും സാധ്യതയുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കാം. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ 4 കഴിഞ്ഞൊക്കെ സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ, അതുപോലെ തന്നെ 23 ബുധനും കന്നി രാശിയിലേക്ക് വരുന്ന സമയമാണ്. നമുക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അമിതമായ ചിന്തകളൊക്കെ ഉള്ളവരെങ്കിൽ ഒന്ന് ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും. അനാവശ്യ ചിന്തകൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി മരുന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക. ആ മരുന്ന് കഴിക്കുമ്പോൾ ഒരു നേരം പോലും മുടക്കം വരുത്താതെ കൃത്യമായി ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആരോഗ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മിഥുന രാശിക്ക് ഈ ഒരു സെപ്റ്റംബർ മാസം കടത്തിയിറങ്ങാൻ സാധിക്കും കേട്ടോ. കർക്കിടക രാശി. പുനർദം കാല പൂയം ആയില്യമടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക. കർക്കിടകത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർക്കിടകത്തിന് കുജനാണ് തൊഴിൽ ഗ്രഹമായിട്ട് പറയുക. വ്യാഴം 11 നല്ല സ്ഥാനത്താണ് നിൽക്കുക. ശുക്രൻ നീചത്തിൽ കേതുവുമായി യോഗം ചെയ്ത് 12 കുജൻ 8 ശനി നിൽക്കുന്ന സമയം സമ്മിശ്ര പറയൊക്കെ നമുക്ക് ഈ ഒരു മാസം പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തൊഴിൽ നേടാൻ അല്ലെങ്കിൽ പരിശ്രമിക്കുന്നവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ തൊഴിൽ നേട്ടം നമുക്ക് പറയാനാവില്ലാത്തൊരു സമയം തന്നെയാണ്. പുതിയ അവസരങ്ങൾ തേടുന്നവർക്കും അത്ര അനുകൂലമായ സമയമല്ല. പുതിയ അവസരങ്ങളൊന്നും വന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കിട്ടിയ അവസരങ്ങൾ വല്ലതും ഉണ്ട്, തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതല്ലാതെ സെപ്റ്റംബറിലേക്ക് നിങ്ങൾക്കൊരു തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ നേട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിലൊന്നും എന്ത് ചെയ്യാനല്ല നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സമയമല്ല. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടി, എനിക്ക് ആ ജോലി കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ എക്സ്പാൻഷൻ ഉണ്ടായി എന്ന് വിചാരിക്കണമെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കും, പക്ഷെ അത് കിട്ടില്ല. ആ ഒരു അവസ്ഥ. ചിലതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. ചിലതൊക്കെ കിട്ടിയാൽ എന്ത് സംഭവിക്കും, നമുക്ക് അതിന് പൂർണ്ണമായ ഒരു ഫലം ലഭിച്ചതല്ല. ഇപ്പൊ ഒരു ജോലി കിട്ടും, പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവാത്ത ബിസിനസ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും, പക്ഷെ ആ ബിസിനസ് പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ അതിനധികമായിട്ടുള്ള ചെലവ് വരിക. ഓക്കെ, നമ്മൾ വിചാരിക്കാത്തൊരു ചെലവ് എവിടെ നിന്നെങ്കിലും വരിക. അപ്പം നമുക്ക് അത് കിട്ടിയും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവില്ല. സോ ഈ ഒരു മാസത്തില് നിങ്ങൾ അതിൽ ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വ്യാഴം നമ്മുടെ മനസ്സിൽ ഓരോന്നോ കാര്യം ചിന്തിക്കും, നമുക്ക് ഇത് ചെയ്താലോ, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഞാൻ ബിസിനസ്സിൽ കുറച്ചുകൂടി പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ ജോലിയൊക്കെ ഒന്ന് വിട്ടിട്ട് നല്ല ഇതിലൊരു ബിസിനസ് ഒക്കെ ചെയ്താലോ, എന്തിനൊക്കെ ചെയ്യണം നമുക്ക് ഒത്തിരി ആഗ്രഹം പിടിക്കും. പക്ഷെ ഈ ഒരു മാസം നിങ്ങൾ ആ ആഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹത്തെ പ്ലാൻ ഒക്കെ ചെയ്തോളൂ, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു മാസം കഴിയട്ടെ. ഓക്കെ, ഒന്ന് ടൈം എടുത്ത് നമുക്കറിയാം പയ്യെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തിനേയും കീഴടക്കാൻ സാധിക്കും. അപ്പം പയ്യെ പോയാൽ നീ ഒറ്റയടിക്ക് ഒരു ഗ്രോത്ത്, അല്ലെ ഒറ്റയടിക്ക് ഒരു വിജയം, അല്ലെ ഒറ്റയടിക്ക് ഞാൻ ബിസിനസ് ചെയ്ത കോടീഷൻ ആവണമെന്നൊക്കെ വിചാരിക്കാതെ പയ്യെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര നമുക്ക് അനുകൂലമായ സമയമല്ല. ആ പ്രണയത്തെ സമയം നോക്കിയാലും അത്ര നല്ല സമയമല്ല. ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സമയമായിരിക്കും. കുജൻ 12 ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നോക്കിയാൽ ഒരു ഐക്യക്കുറവ്, ഒരു അത്ര ഉത്തമമായ സമയമല്ല. ഇപ്പൊ വിവാഹത്തിൽ നോക്കിയാലും പ്രണയത്തെ നോക്കിയാലും അത്ര അനുകൂലമായ സമയമല്ല. കുടുംബജീവിതത്തിൽ നോക്കുവാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര നല്ല ഉത്തമമായിട്ടൊന്നും ആയിരിക്കില്ല പോണേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ സമാധാനം ഒന്നും വിട്ടുകളയാതെ ആ ഒരു പേഷ്യൻസ് കീപ്പ് ചെയ്ത് നല്ല ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയും മാസം കേട്ടോ. അതുപോലെ തന്നെ ചിലതൊക്കെ പൊതുവെ ഒന്ന് നോക്കുമ്പോൾ ചിന്തിച്ച് മാത്രം ചെയ്യുക. അതായത് ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്താലും ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധൻ നമുക്ക് നല്ല അറിവൊക്കെ താഴെയായിട്ട് നിൽക്കുന്ന സമയമാണ്. ആദ്യത്തെ സംബന്ധിച്ചോളം നമുക്ക് ആ ഒരു അറിവ് ശേഖരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ബുധൻ അറിവ് തരുമ്പോൾ നമുക്കത് ശേഖരിക്കാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യേണ്ട ആദ്യത്തെ നൽകുന്ന ഒരു സമയം തന്നെയാണ്. വ്യാഴവും നമുക്ക് ഉത്തമമായി നിൽക്കുന്ന സമയം. പഠനത്തെ സംബന്ധിച്ച് നോക്കിയാൽ പൊതുവെ നല്ലൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമുക്ക് എല്ലാ കുടുംബാംഗങ്ങളും നമ്മൾ ആ പഠിക്കുന്ന ഒരു കാര്യം സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതി നമ്മൾ ഫെയിലായി, അപ്പൊ പിന്നെ ആ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട്, ആ പരീക്ഷ സമയം വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കാം,
അല്ലെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിൽ വലിയ എന്താണ് നമുക്കൊരു എൻകറേജ്മെന്റ് തരാത്തൊരവസ്ഥ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ഫുള്ള് നമുക്ക് സപ്പോർട്ടായിരിക്കുമെന്നും ഒന്നും വിചാരിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മുന്നോട്ട് പോകല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ പഠിക്കുക, നമുക്ക് പരിശ്രമിക്കുക. നിങ്ങൾക്ക് ആരാണോ സപ്പോർട്ടറില്ല അവരുമായിട്ട് ആ ഒരു രീതി അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മതി. അപ്പം എന്നുവെച്ചാൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യം അവരോട് മാത്രം സംസാരിച്ചാൽ മതി. ഇപ്പം അവർ ആ കാര്യങ്ങൾ പോകും കേട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് വേണമെന്ന് വിചാരിച്ചു ഒരു കാര്യം ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ വിവാഹത്തിന് ശേഷമുള്ള നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അഷ്ടമശനി നമുക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് മനസ്സിലൊരു അസ്വസ്ഥത, ഭാരം ഒക്കെ തുടങ്ങിക്കൊണ്ടിരുന്ന സമയമാണ്. ദേഷ്യം, ക്ഷീണം, ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെ ക്ഷീണം, തൊഴിലിനായെങ്കിലും ഭയങ്കരമായ ഒരു ടെൻഷൻ, ജീവിതത്തിൽ ടെൻഷൻ, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. കുശൻ 12 നിൽക്കുന്ന സമയമാണ്. ശനി അഷ്ടമത്തില്, ഇപ്പൊ ശുക്രനാണെങ്കിൽ നീചത്തില്, ചെലവൊക്കെ പൊതുവെ കൂടും. കുടുംബ ഭാരം വർദ്ധിക്കുന്ന സമയമായിരിക്കും. ജീവിതത്തിൽ എന്ത് വന്നാലും അതിനെയൊക്കെ നമ്മൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ധൈര്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജീവിതത്തിൽ പിന്നെ പിടിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. സോ ആ ധൈര്യം എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥന, ഈശ്വരനെ മുറുക്കി അങ്ങ് പിടിക്കുക. ഈശ്വരനെ മുറുക്കി പിടിക്കുമ്പോൾ നമുക്ക് ആ പോയ ധൈര്യമൊക്കെ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പൊ ആ ധൈര്യത്തോടെ തന്നെ ഓരോ കാര്യങ്ങളും മറികടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കുശൻ ശുക്രനൊക്കെ 12, 3 അഷ്ടമത്തിൽ ശനിയൊക്കെ ചെയ്യുന്ന സമയമാണ്. വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ദൂരയാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഒരു മാസം അത് കുറയ്ക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇനി അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ അത്ര ഉത്തമം, ദൂരയാത്രക്ക് വേണ്ടെന്ന് വെക്കുന്നു അത്ര ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അഥവാ പോകണം നിർബന്ധമാണ് അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള കാര്യമായെങ്കിൽ വളരെയധികം ജാഗ്രതയോടെ മാത്രം പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് കർക്കിടക രാശി കേട്ടോ. ചിങ്ങരാശി മകം, പൂരം, ഉത്രം, കാടമൂല 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക. പിന്നെ നമുക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ അതുപോലെ തന്നെ കേതുവുമായി യോഗം നിന്ന് 2 നിൽക്കുന്ന സമയമാണ്. 8, 2 രാഹു കേതുക്കളും ശനി 7 നിൽക്കുന്ന സമയമാണ്. ഗുരുവും കുജനും വലിയ കുഴപ്പമില്ല, നല്ല സ്ഥാനത്താണ് നിൽക്കുക. 10 വ്യാഴവും അതുപോലെ തന്നെ സെപ്റ്റംബർ 18 വരെ ശുക്രൻ കേതുവുമായി യോഗത്തിലുമാണ് നിൽക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ അങ്ങനെ അത്രയും വേഗം കിട്ടിയെന്നും വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മടുക്കാൻ പാടില്ല, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു മാസം നിങ്ങളുടെ പരിശ്രമ കാലമായിട്ട് കരുതുക. മാസം പരിശ്രമിക്കാതിരിക്കല്ല, പരിശ്രമിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടോ തൊഴില് നമുക്ക് ഈ ഒരു മാസം കിട്ടൂല എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് എക്സ്പീരിയൻസ് ആവും ആണല്ലോ. അത് മാത്രമല്ല നിത്യേന പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലക്ക് എവിടെയെങ്കിലും നാറ്റുവെച്ചാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ആ ഈശ്വര പ്രാർത്ഥനയിലൂടെ ആ ഭാഗ്യത്തൊന്ന് തെളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ജോലി കിട്ടിയെന്ന് വരാം. ഞാൻ അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷണ കാലം അല്ലെങ്കിൽ പരിശ്രമ കാലമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഉത്തമമായിരിക്കും. പരിശ്രമിക്കാതിരിക്കല്ലേ, തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അത് വിട്ട് കളയല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്തും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി മറികടന്നിട്ടാണ് എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ആരും നമ്മൾ സുഖിച്ച് സെറ്റപ്പായിട്ട് നിന്ന് ഒറ്റയടിക്ക് അങ്ങ് ഡെവലപ്പ് ആവുമല്ലോ. ഏത് പല സ്റ്റേജിൽ കൂടെ കടന്നു പോയവരാണ് അല്ലെ. ഇപ്പം എന്തുമാത്രം ആ ഇടിച്ച അടിയൊക്കെ സഹിച്ചാണ് ഒരു ഇരുമ്പിന്റെ ആയുധം, നല്ലൊരു ആയുധം അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു വസ്തു നല്ല രീതിയിൽ അതിന്റെ ഷേപ്പിലേക്ക് എത്തുക. ഇപ്പൊ കത്തിയൊക്കെ എന്ന് പറയുമ്പോൾ ഇരുമ്പിനെ എത്രമാത്രം അടിയൊക്കെ സഹിച്ചായിരിക്കും നല്ലൊരു ഇരുമ്പിന്റെ കത്തിയായി മാറുക അല്ലെ. അപ്പം നമ്മളെ ആ ഓരോ രീതിയിലും ബുദ്ധിമുട്ടുന്ന നമ്മളുടെ ജീവിതം കുറച്ചുകൂടി നന്നായി വരാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെയൊക്കെ ധൈര്യമായി മറികടക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു മാസം എന്ന് പറയുന്ന നമ്മൾ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അതൊന്നും വേണ്ട, അതൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. ഭയമൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നമ്മൾ എന്ത് ചെയ്യണം, ധൈര്യത്തോടെ തന്നെ നേരിടാൻ ശ്രമിക്കണം. ഈ മാസം എന്തൊരു കാര്യം ചെയ്താലും നല്ല ഈശ്വര വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ബിലീവോടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിനെയും അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാതെ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ജോലിയിലുള്ളവരാണ്, ബിസിനസ് ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഈ മാസം. ജോലി ഇല്ലാത്തവരുടെ കാര്യമല്ല, ജോലിയുണ്ട്, ബിസിനസ് അല്ലെങ്കിൽ ചെയ്യുന്നു,
അപ്പൊ നിങ്ങളിപ്പോ എന്താണോ കറണ്ടിൽ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. ജോലി ഇല്ലാത്തവർ എന്ത് ചെയ്യണം? ജോലി അന്വേഷിക്കണം. ഓക്കെ, തൊഴിൽ അന്വേഷിക്കണം. അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം ഈ ഒരു മാസം. ഓക്കെ, കിട്ടിയ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാൻ പാടില്ല. ഓവർ എക്സ്പെക്ടേഷൻ പാടേയില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഈ ഫാമിലി റിലേറ്റഡ് നോക്കുക കഴിഞ്ഞാൽ 2 ശുക്രൻ നിൽക്കുന്ന സമയമാണ്. നമുക്ക് വിവാഹത്തിനൊക്കെ നോക്കിയാലും അത്ര നല്ല സമയമല്ല, പ്രണയത്തിനൊന്നും അത്ര അനുയോജ്യമായ സമയമല്ല. കുടുംബ സംബന്ധം നോക്കുകയായാലും നമുക്ക് കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും. പ്രണയ കാര്യങ്ങളിലായാലും ഒരു പുതിയതായിട്ടൊരു പ്രണയം പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് പ്രണയം സാഫല്യത്തരണോ അല്ല ആ പ്രണയം കൊണ്ട് ജീവിതത്തിൽ നല്ലൊരു നേട്ടം അല്ലെങ്കിൽ നല്ല ഒരു ശുഭമാണ് ആ പ്രണയം, ആ ബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഈ മാസത്തിൽ എടുക്കുന്ന അങ്ങനത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ജീവിതത്തിൽ ഒരു കുഴപ്പങ്ങൾ നിറഞ്ഞൊരു മാസം തന്നെയായിരിക്കും സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. സോ ആ എക്സ്പെക്ടേഷനോടെ തന്നെ നിങ്ങൾ ഒരു മാസത്തെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ഡിസിഷൻ, ഒരു പ്രണയം പറയാൻ പോവുക അല്ലെങ്കിൽ ഞാൻ പ്രണയം പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. സോ അതല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് അവതരിപ്പിക്കുക, ഞങ്ങൾ പല വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്, വീട്ടിൽ നിന്ന് ആദ്യം ഈ ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു മാസം അത്ര നാളെ സമയമൊന്നും ആയിരിക്കില്ല. പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റെഡി ആയി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതൊന്ന് ചെയ്യുന്ന ശ്രദ്ധിക്കായിരിക്കും. എന്തൊരു കാര്യം ആയാലും ആ ഒരു എന്താ പറയുക ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ചെയ്യാം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് ഇത് പരസ്പരം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സോ അത് മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലതൊക്കെ വിട്ടുകൊടുത്ത് ജീവിക്കുക, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ ജീവിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിതം കുറച്ചുകൂടി സുഖമായിട്ട് മുന്നോട്ട് പോരും. ഈ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അമിതമായ സ്ട്രെസ്സിലേക്കൊന്നും പോകാൻ പാടില്ല. നിങ്ങൾ പഠനത്തെ മാത്രം കേന്ദ്രീകരിക്കുക. നിങ്ങൾ പല വരി ചിന്തിക്കാതെ വരുമാനം ഉണ്ടാക്കാൻ പോവുകയാണോ അല്ലെ മറ്റൊരു രീതിയിലേക്കൊന്നും നിങ്ങൾ ചിന്തിക്കല്ല. നിങ്ങളുടെ ഫോക്കസ് പഠനത്തെ മാത്രം കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേറൊരു കാര്യത്തിലേക്ക് ഡിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫോക്കസ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു മാസം. സോ ചിലവർക്ക് ഒരു പ്രണയമൊക്കെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആ പ്രണയം പോയി പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പം നിങ്ങളോടാണ് പറയാനുള്ളത്, പ്രണയം നമുക്ക് ഇന്നല്ല നാളെ ആയാലും നമുക്ക് പ്രണയിക്കാം. ഓക്കെ, അപ്പൊ ചിലവരായിരിക്കും പഠിത്തം ഇന്നല്ലേ നാളെ പഠിക്കാലോ. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പഠനത്തിന് വളരെയധികം തടസ്സം സൃഷ്ടിക്കും. ഓക്കെ, അപ്പൊ പ്രണയത്തിലേക്ക് പോകുമ്പോൾ അതത്ര ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് നിങ്ങൾ പഠനത്തിന് കൊടുക്കണം. ഓക്കെ, അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പ്രണയത്തിലേക്ക് പോയി നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങി. നമുക്ക് ഒന്നാമത് പ്രണയിക്കാൻ ഈ ഒരു മാസം അത്ര ഉത്തമമായ സമയമല്ല. പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഉത്തമമായ സമയമല്ല. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, പ്രണയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടേണ്ട ആ ഫോക്കസ് പഠനത്തിലുണ്ട്, അത് പൂർണ്ണമായി പ്രണയത്തിലേക്ക് മാറും. ഓക്കെ, എന്നാൽ അതല്ല ചിലർ വിചാരിക്കും എനിക്ക് പ്രണയവും പഠനവും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഈ മാസം അങ്ങനെ ട്രൈ ചെയ്യേണ്ടാണ്. ഈ മാസം ഫുൾ ഫോക്കസ് പഠനത്തിൽ നിങ്ങൾ 2 ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 കിട്ടും. ഫുൾ ഫോക്കസ് അപ്പൊ പഠനത്തിൽ കൊടുത്താൽ 100 കിട്ടൂലേ. സോ അങ്ങനെ തന്നെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ 100 കിട്ടുമല്ലോ 50 കിട്ടും എന്നല്ല വിചാരിക്കണ്ടേ. ഓക്കെ, സോ ഫുൾ ഫോക്കസ് പഠനത്തിന് മാത്രം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ചിങ്ങരാശി ജനിച്ച വിദ്യാർത്ഥികൾക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒത്തിരി കാര്യത്തിലേക്ക് ഡിവേറ്റ് ചെയ്യാതെ അവരെ ഒത്തിരി ടെൻഷൻ പിടിപ്പിക്കാതെ ഒത്തിരി സ്ട്രെസ് ആക്കാതെ നിങ്ങൾ കരുതിക്കണം. അതുപോലെ തന്നെ പഠനത്തിൽ കുറച്ച് ജാഗ്രത നിങ്ങളൊന്ന് കരുതുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ആ ഒരു കാര്യം ഉത്തമമായിട്ട് ചിന്തിച്ച് മാത്രം ചെയ്യാം. അതുപോലെ വിവാഹത്തിന് കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ മറികടന്നായിരിക്കും ജീവിച്ചു മുന്നോട്ട് പോകുന്നോണ്ടിരിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കണം. മക്കളുടെ കാര്യം ഓർത്ത്, ഭർത്താവിന്റെ കാര്യമൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഒരു നാൾ മാറി കിട്ടും എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവാം. എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈശ്വരൻ അതിനുള്ള ശക്തി നമുക്ക് നൽകും എന്ന് തന്നെ വിചാരിക്കുക ചിങ്ങരാശി. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അവരെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ കീർത്തനങ്ങളൊക്കെ ജപിക്കുകയും പാരായണം ചെയ്യും പാടുകയൊക്കെ ചെയ്യുക നിത്യേന. അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിന് കുറച്ചുകൂടി ശാന്തതയൊക്കെ ലഭിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധയില്ലായ്മയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ശ്രദ്ധിച്ച വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ശനിയേലും 2 കയറി നോക്കുന്ന സമയം നമുക്ക് ഇമോഷൻസ് സൈഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്ന നല്ലതായിരിക്കും. ഒരു ബാലൻസിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു
എന്തൊരു ഇമോഷൻ കാര്യങ്ങൾ അതായത് ഈ കൺട്രോൾഡ് ബാലൻസ്ഡ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു കാര്യം ഓവർ പ്ലാൻഡ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, അത് നിരാശ ഭാവത്തിലേക്ക് എത്തിക്കും. സോ അതും വേണ്ട കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ചിങ്ങരാശിയെ സംബന്ധിച്ചാൽ ഈ മാസം വലിയ കുഴപ്പമില്ല. ഈ പറഞ്ഞ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ് കേട്ടോ. കന്നിരാശി മുക്കാൽ അത്തം ചിത്ര അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത്. ഇപ്പൊ കന്നിരാശി സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജൻ 10ലും ജന്മത്തിൽ ശുക്രനും കേതും കൂടി യോഗം ചെയ്തും വ്യാഴ ദൃഷ്ടിയും കുജ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. രാശിനാഥൻ ബുധൻ 11 കർക്കിടകത്തിലും 4-ാം തീയതി സെപ്റ്റംബർ ചിങ്ങത്തിൽ 12 നോക്കുകയും കുജൻ 10ൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ 16-ാം തീയതി സൂര്യൻ കന്നിരാശിയിൽ എത്തുന്ന സമയമാണ്. അത്ര നല്ല സമയമല്ല. സൂര്യൻ 16-ാം തീയതി ശേഷം കന്നിരാശിയിലേക്ക് വരുന്നത് അത്ര അനുകൂലമായ സമയമല്ല. കുജനെ നോക്കുകയെങ്കിലും 10-ാം ഭാവത്തിലാണ് വരിക. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെ തൊഴിലിനൊക്കെ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇടയിൽ ഒരു കലഹ അന്തരീക്ഷം, ഒരു ദേഷ്യം, നമുക്ക് അമിതമായ ദേഷ്യം വർദ്ധിക്കുക. നമ്മൾ ആ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുക. സോ അത് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക്, നമ്മുടെ കോവർക്കേഴ്സിനോ, നമ്മുടെ കീഴ് ഉദ്യോഗസ്ഥർക്കൊക്കെ എന്താണ് കീഴ് ജീവനക്കാർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ, ഒരു ക്ലേശങ്ങള് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു വഴക്കൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. നമുക്ക് തക്കവണ്ണമുള്ള എതിരാളികളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കാം. ഇനി അതല്ല നിങ്ങളൊരു ബിസിനസ് ഒക്കെ ചെയ്യുമെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ കോമ്പറ്റീറ്റർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഭാഗ്യത്തിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അനുകൂലമായ ഭാഗ്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കൈവിടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതിനൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ കഴിവ് അത് മറ്റൊരാൾക്കില്ല. ഓക്കെ, ഭാഗ്യം മറ്റൊരാൾക്ക് നോക്കാം. ഓക്കെ, ഭാഗ്യം മറ്റൊരാൾക്കുണ്ടാവും. ആർക്കാണോ ഭാഗ്യം ഹെൽപ്പ് ചെയ്യുന്നത് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല, ഫിനാൻസ് നോക്കിയാൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. ഓക്കെ, ഇത് പല മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ ഇൻവെസ്റ്റർ ആവാം, ചിലപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്നതാവാം, ചിലപ്പോൾ അവർക്ക് ഓണായിട്ട് ആ ക്യാപിറ്റൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല മാർഗമുണ്ട്. പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലെ. നിങ്ങളുടെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് അത് എത്രയാണോ നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പം ഞാനിപ്പം കമ്പ്യൂട്ടർ കോഡിങ് പഠിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ അത് സ്കില്ലുള്ള വ്യക്തിക്ക് കമ്പ്യൂട്ടർ കോഡിങ് പഠിക്കുമ്പോഴോ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ അതിലുള്ള എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. സോ അത് അവർക്ക് മറികടക്കാൻ സാധിച്ചെന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ വിശ്വസിക്കുക, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക, നിങ്ങളുടെ സ്കില്ല് വിശ്വസിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് വിശ്വസിക്കുക, നിങ്ങളുടെ വർക്ക് നിങ്ങൾ കൃത്യമായി ചെയ്യുക. റിസൾട്ട് ഉറപ്പാണ്. എനിക്ക് ഭാഗ്യമില്ല, ഭാഗ്യം വേണ്ടെന്നേ. നിങ്ങളൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായെങ്കിൽ കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ളവർക്ക് ഈ മാസം വലിയ കഷ്ടമല്ല കന്നിരാശിയെ സംബന്ധിച്ചോളം. ഓക്കെ, കഷ്ടപ്പെട്ട ഓക്കെയാണ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക. അപ്പൊ ഈ മാസത്തെ നിങ്ങൾക്ക് നല്ലതായിട്ട് കരുതിയെടുക്കാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലും തൊഴിൽ സംബന്ധമായിട്ട് നോക്കാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു എതിരാളി വന്നു, അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇനി ആ എതിരാളി ഇങ്ങനെ തകർക്കും എന്നും ചിന്തിക്കണ്ട. നിങ്ങൾ എങ്ങനെ വരുമെന്ന് ചിന്തിച്ചാൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കോമ്പീറ്റർ ഡൗണിൽ പോവും. അപ്പൊ നിങ്ങൾ എങ്ങനെ വരണം എന്ന് ശ്രദ്ധിക്കുക. അല്ല മറ്റൊരാളെ വീഴ്ത്താൻ ശ്രദ്ധിക്കുകയോ ചെയ്യണ്ട. ഓക്കെ, എതിരാളി വന്നു, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ബിസിനസ്സിലായാലും വർക്കിലായാലും അത് തന്നെ. ഓക്കെ, ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും. ഓക്കെ, കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വിവാഹത്തിൽ ചിന്തിക്കുന്നതൊക്കെ ആണെങ്കിൽ 18 ശേഷം നല്ല സമയമാണ്. 18 ശേഷം ശുക്രൻ മൂല ത്രികോണത്തിൽ വരുന്ന സമയമാണ്. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. എന്നിരുന്നാലും കുടുംബത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഗുരു ദൃഷ്ടി ചെയ്യും. അപ്പൊ ആ പ്രശ്നം അവിടെ ഇല്ലാതെ കിട്ടും. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരുതലോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ മനസ്സിനായാലും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അത് നോക്കി കാണാനൊക്കെ സാധിക്കും.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധൻ നല്ല സ്ഥാനത്താണ് നിൽക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ ഫോളോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. എന്നിരുന്നാലും അമിതമായ തിങ്കിങ്, ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ട്, അതൊന്ന് ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ബുധൻ ഉച്ചത്തിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത് ഇവിടെ കേതു ഉണ്ട് എന്നുള്ള കാര്യമാണ്. സോ കേതു അവിടെ ഉണ്ടത് നമുക്ക് വിപരീതമായ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് ഇന്നത് പഠിച്ചാലോ അല്ലെങ്കിൽ മറ്റേ നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ആയി നമ്മൾ നല്ലതായി ചിന്തിക്കേണ്ട, പക്ഷെ അത് ഓപ്പോസിറ്റ് ആയി പോവുക ഒക്കെ വരാൻ സാധ്യത. അപ്പൊ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. ഓരോ കാര്യങ്ങൾ കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അത് ക്വിറ്റ് ചെയ്താണ് പെട്ടെന്ന് ചിന്ത നിങ്ങൾക്ക് വരാം. പക്ഷെ അവിടെ നിങ്ങൾ നിങ്ങളുടെ എൽഡേഴ്സിനോട്, പേരൻസിനോട്, മെന്റേഴ്സിനോടൊന്ന് ചോദിച്ച ശേഷം മാത്രം അതൊക്കെ നോക്കി കാണുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ എപ്പോൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അത്ര പ്രോപ്പർ ആവണമെന്ന് നിർബന്ധമില്ല. സോ ഒരു പ്രോപ്പർ അഡ്വൈസ് എടുക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വിവാഹശേഷം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. കാരണം ഓവർ എക്സ്പെക്ടേഷൻ ആണ് പല പ്രശ്നങ്ങൾക്കും കാരണം. സോ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എന്തിനൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് കുറച്ച് ഭാരമായിട്ടൊക്കെ തോന്നും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജിയൊക്കെ വീക്കായ പോലെ നിങ്ങളുടെ ഒരു ക്ഷീണാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ്. അതുപോലെ തന്നെ ഈ മാസം നിങ്ങളെ മറ്റുള്ളവരെ അങ്ങനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, ഈവൻ ഹസ്ബൻഡ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലൊരു സമയം വരും. സോ അത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ജോലി എന്താണോ അത് കൃത്യമായി നിർവഹിക്കുക. നമ്മുടെ കർമ്മം എന്താണോ കൃത്യമായി നിർവഹിച്ചാൽ അതിനുള്ള ഫലം എന്ത് ചെയ്യും? ഈശ്വരൻ നൽകും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കേതു ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ്. നമുക്ക് തലവേദന, തല സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ, ENT റിലേറ്റഡ്, ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഫുഡ് റിലേറ്റീവ് ആയ വിഷയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ എല്ലാത്തിനും നമുക്ക് ജാഗ്രത ആവശ്യമുണ്ട്. സോ ജാഗ്രത ഉണ്ടാവുക. നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുൻകരുതൽ. ഇപ്പൊ ഫുഡ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഫുഡ് പോയിസൺ ആവാം. സോ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിൽ തന്നെയാലും ഭക്ഷണങ്ങളൊക്കെ അടിച്ചു വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ കന്നിരാശിയുടെ ഫലം ഇത്രയൊക്കെയാണ്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. രാഹു കേതുകൾ വരെ പ്രശ്നങ്ങളില്ല. ശനി നല്ലതിലാണ്. 9-ലാണ് കുജൻ നിൽക്കുക. 10-ൽ ബുധനം. സൂര്യൻ 11-ല്. സെപ്റ്റംബർ 16-ന് സൂര്യൻ 12-ലേക്ക് രാശി മാറുന്ന സമയമാണ്. രാശിനാഥൻ ശുക്രൻ 12-ൽ കേതുമായിട്ട് യോഗം നിൽക്കുന്നത്. സെപ്റ്റംബർ 18 വരെ നമ്മുടെ പ്രൊമോഷൻ ലെവൽ അല്ലെങ്കിൽ പെർഫോമൻസ് ലെവലൊക്കെ നല്ല രീതിയിൽ ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത്ര നാളും നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് നിന്ന് ഇതിനിപ്പോ സെയിൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര നാൾ എടുത്തോണ്ടിരുന്ന സെയിൽസ് എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരാം. ബിസിനസ്സിലായാലും ഇത്ര നാൾ നമുക്ക് എടുത്തോണ്ടിരുന്ന ഒരു പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ നമ്മുടെ പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർഫോമൻസ് മീൻസ് നമ്മുടെ ബോധം മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ പെർഫോമൻസിൽ ഡൗൺ ആവുന്നത് നമുക്കവിടെ കയറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. ദൂരെ യാത്രയൊക്കെ പോയിട്ട് വരാനുള്ള യോഗമുള്ള സമയമാണ്. തൊഴിലൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലവണ്ണം ശ്രമിക്കേണ്ട ഒരു ആവശ്യമൊക്കെ വരുന്ന സമയമാണ് തൊഴിലൊക്കെ ലഭിക്കാൻ വേണ്ടി. മാസപൗതിക്ക് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. ബിസിനസ് എക്സ്പാൻഷനൊക്കെ നോക്കുന്നവർക്കായിരിക്കും സെപ്റ്റംബർ 18-ന് ശേഷം മാത്രം നോക്കുന്നതാണ് ഉത്തരം. അതിനു മുമ്പ് ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്ത് ചെയ്യാം? ബിസിനസ് കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് പോവുക, ബിസിനസ് എക്സ്പാൻഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് സെപ്റ്റംബർ 18-ന് ശേഷം ആയിരിക്കണം കേട്ടോ. അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ ഒരു എത്രമാത്രം ടൈം ഇൻവോൾവ് ചെയ്യണം. ബിസിനസ് കുറച്ചുകൂടി നിങ്ങളുടെ ടൈം ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമൊക്കെ ആവശ്യം വരാം. കാരണം നിങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് നിയന്ത്രിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാളവീയ യോഗമൊക്കെ ശ്രദ്ധിക്കുന്ന സമയമാണ്. കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 8-ലെ ഗുരു ദൃഷ്ടിയുള്ള സമയമാണ്. സെപ്റ്റംബർ 15-ന് ശേഷമാണ് നമുക്ക് ഈ മാസം നല്ലൊരു മാസമായിട്ടൊക്കെ പറയാൻ സാധിക്കാം. നമുക്ക് മനോദുഃഖം അതുപോലെ തന്നെ ഒക്കെ പറയാൻ സമയമാണ് മാസത്തിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് കേട്ടോ. മാസത്തിന്റെ ആദ്യ പകുതി നമുക്കൊരു മനോദുഃഖം, വിഷമം ഒക്കെ പറയാൻ സമയമാണ്. ശുക്രൻ കേതുവിടെ കൂടെ നിൽക്കുന്ന സമയം പാർട്ട്നേഴ്സിനായി നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കുറയും. നമുക്ക് പരസ്പരം ധാരണകളൊക്കെ ഒന്ന് കുറയുന്ന സമയമായിരിക്കും. ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഒരു പ്രണയത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് പൂർണ്ണമായൊരു ഉറപ്പിലേക്ക് എത്താൻ പറ്റുന്നത് ട്രൂ ആണോ എന്ന് നമുക്ക് പൂർണ്ണമായ ധാരണ നമുക്ക് കിട്ടാത്തൊരവസ്ഥ, നമുക്കൊരു
പാർട്ണറിന് നമുക്ക് അത്ര ബിലീവ് ഇല്ലാത്തൊരവസ്ഥ, നമ്മളിൽ തന്നെ നമുക്കൊരു ബിലീവ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരാനും സാധ്യതയുണ്ട്. വിവാഹ സമയം നോക്കുകയാണെങ്കിൽ പാർട്ണേഴ്സിന്റെ ഒരു പുതിയ പ്രണയം പറയാനൊക്കെ പോയാൽ നിങ്ങൾ സെപ്റ്റംബർ 15 ശേഷം അവതരിപ്പിക്കുന്നതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന നല്ല സമയം ബുധൻ 10, 11 ഭാവങ്ങളിൽ നമുക്ക് നമ്മുടെ റിസൾട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ മാർക്കൊക്കെ മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ആദ്യത്തിനും ബുധനും യോഗം ചെയ്യുന്ന സമയം അനുകൂലമായ സമയം, നല്ലൊരു മൈൻഡ് സെറ്റ് ഒക്കെ കിട്ടാൻ സാധ്യത. നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഫോക്കസ് പഠനത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വിവാഹശേഷം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കുടുംബ ഭാരമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വർക്ക് ലോഡ് കൂടുന്ന സമയമായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും സമയം നല്ലതെന്ന് പറയുന്നത്. മാളവിയോഗമൊക്കെ പറയാൻ സമയമാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമൊക്കെ വരുന്ന ഉത്തമമായിരിക്കും. എനർജി ലെവലൊക്കെ കൂടുന്ന ഒരു ടൈം ആയിരിക്കും. ഓക്കെ, ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും. ശുക്രൻ കേതു സൂര്യനൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായിരിക്കും. സ്കിൻ ഡിസീസ് ഒക്കെ പറയുന്ന സമയമാണ്. നമുക്ക് ഊർജ്ജമൊക്കെ കുറയുന്ന പോലെ തോന്നാൻ സാധ്യതയുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ശ്രദ്ധിക്കാതെ വിട്ട് ആ ചെറിയ പ്രശ്നങ്ങൾ എന്താവും, വലുതാവും. ഓക്കെ, മുല്ലുകൊണ്ട് എടുക്കേണ്ടത് നമുക്ക് വില്ല് കമ്പിപ്പാലയും കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരാം. സോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ വലിയ പ്രശ്നങ്ങൾ ഇല്ല. സോ അതും ശ്രദ്ധിക്കുക കേട്ടോ. ടേക്ക് കെയർ ആയിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ കരുതലൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. വൃശ്ചിക രാശി വിശാഖംകാര അണിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുക. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു മാസമായിരിക്കും ഉണ്ടാവാം. ഗുരുദൃഷ്ടിയോ നമുക്ക് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. ശനി വക്രത്തിലാണ്, നമുക്ക് അനുകൂലമായ ഫലമാണ്. ശനി തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും ഇപ്പൊ ശനി ഏതിലാണ്, വക്രഗതിയിലാണ് അല്ലെ. അപ്പൊ ഈ സമയം ഉത്തമമായ സമയമാണ്. അതുപോലെ തന്നെ 10 സൂര്യൻ നമുക്ക് സമയമാണ് സെപ്റ്റംബർ 16 വരെ. അതിനുശേഷം 11 ലാഭസ്ഥാനത്താണ്. പക്ഷെ എന്താണ്, അത് കേതുവിനോട് യോഗം ചെയ്തായിട്ട് നിൽക്കുക. രാശിനാഥിന് 8ലാണ് നിൽക്കുക. നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, അതേ വളരെ കാലമായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. ജോലിക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും നമുക്ക് ഓൺലൈൻ രീതിയിലായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയം ചെയ്യുന്നവരാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായ ശമ്പളം, നമുക്ക് തന്നെ അർഹതപ്പെട്ട ശമ്പളം നമുക്ക് ചോദിച്ചു വാങ്ങാൻ ഏബിലിറ്റി ഉള്ള ടൈമാണ്. അതുപോലെ തന്നെ നമുക്ക് വർക്കിന്റെ ഭാരം എന്ന് പറയുന്നത് കുറച്ചൊക്കെ കൂടുതലായിരിക്കും. ജോലി ഭാരമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. വർക്ക് ലോഡൊക്കെ കൂടുതലായിരിക്കും. നമുക്ക് എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ്, നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ അത് എന്തെങ്കിലും കുറച്ചൊക്കെ അലയേണ്ട വരും. ഇപ്പൊ ഒറ്റ അന്വേഷണത്തിൽ തന്നെ ലഭിച്ചതുമല്ല, കുറച്ച് നന്നായിട്ട് വളിക്കുകയൊക്കെ ചെയ്യും. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാൻ സമയമാണ്. ഭവന നിർമ്മാണമൊക്കെ പറയാവുന്ന സമയമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 16 ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചെലവൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭവന നിർമ്മാണത്തിനൊക്കെ നമുക്ക് ടൈം അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ്. ഗുരുദൃഷ്ടി നമുക്ക് നല്ലൊരു സാമ്പത്തിക പ്രദാനം ചെയ്യുക. 15 ശുക്രനൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ അത് കേതുവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ കേതു സൃഷ്ടിക്കും. എന്നിരുന്നാലും നമ്മൾ വളരെ പേടിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. പ്രണയികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിലും ഒരു ഇഷ്ടം ഇങ്ങനെ കയറി ഇറങ്ങി ചിലപ്പോൾ നല്ല സുഹൃത്ത്, ചിലപ്പോൾ നല്ല രീതി വഴക്ക്, പിണക്കം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജീവിതം എന്ന് പറയുന്ന ഒരു കയറ്റിറക്കമാണല്ലോ. സോ പ്രണയികളുടെ കാര്യത്തിലും ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്നൊരു വളരെ അനുകൂലമായ ഒരു മാസം തന്നെയാണ്. 2ാം ഭാവം വ്യാഴം 7ൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. സൂര്യൻ 10 ബുധനോടൊപ്പം നിൽക്കുന്ന സമയമാണ്. നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യാനും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹശേഷം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുടുംബത്തിലൊക്കെ നമുക്ക് ഓക്കെ വന്നു കയറുന്ന വീടായാലും ഓക്കെയാണ്. കുറച്ചുകൂടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്കൊക്കെ എത്തുന്ന ഒരു അനുഭൂതിയൊക്കെ വന്നേക്കാം. വലിയ പ്രശ്നങ്ങൾ വിചാരിച്ചത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ എനർജി, ഒരു ഉന്മേഷമൊക്കെ കുറച്ച് കുറഞ്ഞു നിന്നൊക്കെ വരാം കേട്ടോ. ഉന്മേഷ കുറവൊക്കെ അനുഭവപ്പെടാം. മനസ്സിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
നമ്മൾ പറഞ്ഞല്ലോ ഓവർ എക്സ്പെക്ടേഷനിലേക്ക് ഒന്നും പോകണ്ട. എക്സ്പെക്ടേഷൻ ഓക്കെ, പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ കുടുംബം ഓക്കെയാണ്, നിങ്ങൾക്ക് നല്ലൊരു അനുഭൂതിയൊക്കെ ലഭിച്ചെന്ന് വരാമെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇത് വലിയ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എനിക്ക് ഭയങ്കര നല്ല ഇതായിരിക്കും. പുതിയതായിട്ട് മാരീഡ് ചെയ്യുന്നവര്, ഇപ്പം ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് അറിയാം, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അല്ലാത്തവരുടെ കാര്യം ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. അത് ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളിലെല്ലാം ഓവർ എക്സ്പെക്ടേഷനോട് പോയ നിരാശയായിരിക്കും ഫലം എന്ന് പറയാം. സോ എക്സ്പെക്ടേഷൻ ഓക്കെ, കുറച്ചൊക്കെ എക്സ്പെക്ടേഷൻ ഉള്ളത് നല്ലതാണ്, പക്ഷെ അത് ഓവർ ഒരു വലിയ തലത്തിലേക്കൊന്നും എക്സ്പെക്ടേഷൻ വേണ്ട. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാം, കൃത്യമായ വൈദ്യ പരിശോധന വെച്ച് കഴിഞ്ഞാൽ കൃത്യമായതിനും നമുക്കൊരു റിസൾട്ട് കിട്ടും. കാരണം കുജു നമുക്ക് ഇട്ട് നിന്നുകൊണ്ട് നമുക്ക് അതിന് നമ്മുടെ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് റിസൾട്ട് നൽകും കേട്ടോ. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് തരും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ ആരോഗ്യ സംബന്ധമായി നോക്കിയാൽ കൃത്യമായൊരു വൈദ്യ പരിശോധന, കൃത്യമായത് ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന രോഗങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര വലിയ രോഗമായാലും കൃത്യമായൊരു വൈദ്യനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിന്റെ കൃഷി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭേദപ്പെടുകയും ചെയ്യും കേട്ടോ. സോ അതോടൊപ്പം ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇത്രയൊക്കെയാണ് വൃശ്ചിക രാശിയെ സംബന്ധിച്ച് ഒരു മാസം എന്ന് പറയുന്നത്. വളരെ ഇത് ടെൻഷൻ അടിക്കുന്നില്ല, എന്നിരുന്നാൽ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം, അത്രയൊക്കെയുള്ളൂ. എല്ലാം നോക്കി ഈ മാസം ഉത്തമമായിട്ടൊരു മാസം തന്നെയാണ് കേട്ടോ. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാടുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത്. ധനുരാശിയെ സംബന്ധിച്ചോളം ഈ സെപ്റ്റംബർ 2024 തൊഴിലൊക്കെ നോക്കുകയാണെങ്കിലും പൊതുവെ നല്ലൊരു മാസമായിട്ട് നമുക്ക് കാണാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുക. സാമ്പത്തിക നേട്ടമൊക്കെ പറയാം. തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ഇപ്പൊ തൊഴിലുള്ളവർക്ക് പ്രൊമോഷനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്. സൂര്യൻ 9, 10 ഭാവത്തിൽ ബുധനോട് യോഗം ചെയ്യുന്ന സമയമാണ്. നമുക്ക് ധർമ്മകർമാദി യോഗമൊക്കെ പറയുന്ന സമയമാണ്. വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. വ്യാരം എന്താണ് നല്ല രീതിയിലുള്ള ചലഞ്ചസ് ഒക്കെ നമുക്ക് നൽകും, പക്ഷെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാനൊക്കെ സാധിക്കും. ബിസിനസ്സിനായി നല്ല സമയമാണ്. തൊഴിലൊക്കെ നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ നേടാൻ ശ്രമിക്കുന്നവർക്കൊക്കെ, വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് യോഗമുള്ള സമയമാണ്. ശനി വക്രത്തിലാവുന്നത് നമുക്ക് നല്ല അനുകൂലമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ. ഇത് നോക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉന്നതിയൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സമയമാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുക. അതുപോലെ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ, ഫാമിലി സംബന്ധമായി നോക്കുകയാണെങ്കിൽ, വിവാഹ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയമാണ്. വിവാഹത്തിനൊക്കെ അനുകൂലമായ ഫലമാണ്. നമുക്ക് വിവാഹ യോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. നമുക്ക് പ്രണയമൊക്കെ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഓക്കെ ആയി നിങ്ങൾക്ക് വീട്ടിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയമൊക്കെയാണ്. നിങ്ങൾക്ക് മറ്റുള്ള സമയത്ത് കഷ്ടപ്പെടുന്ന അത്ര കഷ്ടപ്പാട് വേണ്ടിവരില്ല ഈ തവണ നിങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. സോ നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാനൊക്കെ പറ്റുന്നൊരു ടൈം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് വന്നാലും അതിനെയൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഒരു സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിരിക്കും. കാരണം വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ പകുതിയും ഒഴിഞ്ഞു മാറി നമുക്കൊരു അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്ത് കിട്ടും അല്ലെ. അപ്പൊ നമുക്കൊരു സമാധാനമൊക്കെ കിട്ടുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ നല്ല ബലത്തിലുള്ള സമയമാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. ശരിയായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അതിന് വലിയ രീതി കണക്കിൽ നിന്നെടുക്കണ്ട. എന്നിരുന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. സോ അത് വലിയ കാര്യത്തിൽ കണക്കിലെടുക്കണ്ട, നിങ്ങൾ സമാധാനമായിട്ട് കരുതുക. അതുപോലെ തന്നെ വിവാഹശേഷം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഭാരമൊക്കെ കൂടുന്ന സമയമായിരിക്കും. കുടുംബഭാരമൊക്കെ കൂടുന്ന സമയമായിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടൊരു കാര്യം വന്നാലും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക. ചെയ്യുന്ന കാര്യത്തെ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യുക, അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും. നമുക്ക് നല്ല ഊർജ്ജസ്വലതയൊക്കെ നമുക്ക് ലഭിക്കാൻ സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സമയം നോക്കുകയാണെങ്കിൽ ഭവന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭവന യോഗമൊക്കെ പറയാവുന്ന ടൈമാണ് കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പൊതുവെ നല്ല സമയമാണ്. പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ വിജയമൊക്കെ പറയാവുന്ന ഒരു ടൈമാണ്. ബുധനും ആദിത്യനും കൂടി യോഗം ചെയ്യുന്ന സമയമാണ്. അതിൽ 10 എന്താണ് വ്യാഴം കൂടി വരുന്ന സമയമാണ്. വളരെ ഉത്തമമായ സമയമാണ്. നല്ല അറിവൊക്കെ സമ്പാദിക്കാൻ യോഗമുള്ള സമയമാണ്. എക്സാംസ് ഒക്കെ എഴുതാൻ നല്ല ബെറ്റർ ആയ ടൈമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവർ ഈ മാസം കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് കൃത്യമായ ഒരു പ്രതിഫലമൊക്കെ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ വ്യാഴം 6 നിൽക്കുന്ന സമയമാണ്. ഭക്ഷണ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഡൈജഷൻ തരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൂര്യകേതു യോഗത്തിൽ വരുമ്പോൾ നമുക്ക്
എനർജി ഊർജത്തിലെ ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളൊരു ടയേർഡായ രീതിയിൽ, നമ്മൾ എക്സോസ്റ്റഡ് ആയ രീതിയിലൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള മാസമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ധനുരാശിക്ക് ഈ ഒരു മാസം കടന്നെടുത്താൻ സാധിക്കും. ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന മാസമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക. മകരരാശി സംബന്ധിച്ചാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കുറച്ചു മുമ്പ് വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ നല്ല മാസം ഫലമാണെന്ന് പറഞ്ഞ് നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. പിന്നെ പൂർണ്ണ ഫലത്തിലേക്ക് എത്താനായിട്ടില്ല. നിങ്ങൾക്ക് ആ മാസം നന്നായി വരികയാണ്. ഇനി ഈ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഫലങ്ങളെയൊക്കെ പ്രദാനം ചെയ്യുന്ന മാസമാണ് കേട്ടോ. ശനി വക്രത്തിലാണ് നിൽക്കുന്ന സമയമാണ്. 8 സൂര്യൻ നിൽക്കുന്ന സമയമാണ്. സെപ്റ്റംബർ 16 9ാം ഭാവത്തിലേക്ക് സൂര്യൻ രാശി മാറും. കുജൻ 6 നിൽക്കുന്ന സമയമാണ്. വ്യാഴം 5 നിൽക്കുന്ന സമയം. മകരരാശിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തെ പ്രദാനം ചെയ്യുക എന്ന് പറയുക അത് ശുക്രനും അതുപോലെ തന്നെ ബുധനൊക്കെയാണ്. മാസ പകുതിക്ക് ശേഷം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഉത്തമമായിട്ട് കാണാവുന്ന മാസമാണ്. അപ്പൊ മാസത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അത്ര ഉത്തമ ഫലത്തിൽ നിന്നല്ല പറയുന്നത്. മാസ പകുതിക്ക് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഉത്തമമായ ഫലത്തേക്കൊക്കെയാണ് പ്രദാനം ചെയ്യുക. നമുക്ക് ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് മാസങ്ങളായിട്ട് ജോലി അന്വേഷിക്കാൻ ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുടെ നിങ്ങൾ ടയേർഡ് ആവില്ല. നെവർ ഗീവ് അപ്പ്. ട്രൈ അഗൈൻ. ഓക്കെ, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ലക്ഷ്യത്തെ എത്തുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷ്യത്തെ പകുതിക്ക് വെച്ച് വിട്ട് കളഞ്ഞാൽ നിങ്ങൾ ആ മുമ്പോട്ട് പോകേണ്ട ആ ഒരു സ്റ്റെപ്പായിരിക്കും, നിങ്ങൾ ആ ഒരു സ്റ്റെപ്പിൽ എത്തിയിട്ടായിരിക്കും നിങ്ങൾ പുറകോട്ട് പോകണേ. ആ ഒരു സ്റ്റെപ്പും കൂടെ കടന്നാൽ നിങ്ങൾക്ക് വിജയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രോഫി പൊക്കണ്ടയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടയേർഡ് ആവല്ല, ഗീവ് അപ്പ് ചെയ്യല്ല. വർക്ക് ഹാർഡ്, ട്രൈ അഗൈൻ. ഓക്കെ, നമുക്ക് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു വിജയത്തെയൊക്കെ നേരിടാൻ സാധിക്കും. കാരണം കുജൻ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പൊക്കെ ചെയ്യുന്ന സമയമാണ്. ബുധൻ നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ സാധിച്ചു തരുന്ന സമയമൊക്കെയാണ്. മാസപകുതിക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഉത്തമമായൊരു ടൈം തന്നെയാണ്. ബിസിനസ് നോക്കിയാലും മാസപകുതിക്ക് ശേഷം ഉത്തമമായൊരു സമയം തന്നെയാണ്. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായ പ്രതിഫലമൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും. ഓക്കെ, ഇനി കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉത്തമമായൊരു സമയമാണ്. മൂല ത്രികോണത്തിൽ ശുക്രൻ വരുന്ന സമയമാണ്. ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ഗുരു ദൃശ്യ മകരത്തിനുണ്ട്. അതുപോലെ 8ാം ഭാവത്തിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല. കുറച്ച് ആളുകൾക്ക് എന്തൊക്കെയോ ദുഃഖങ്ങൾ മനസ്സിലുണ്ടാവാം. മകരരാശി സംബന്ധിച്ച് കുറച്ച് പേർക്ക് ഒരു ബിലോ 10% പറയാം. ഇവർക്ക് കുറച്ച് ദുഃഖങ്ങൾ, അനുഭവങ്ങള്, ആ ഒരു മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യ കാര്യങ്ങളിലായിട്ട് പിണക്കങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മാസപകുതിക്ക് ശേഷം നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിണക്കമൊക്കെ മാറ്റി എടുക്കാൻ സാധിക്കുന്ന മാസം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി ദുഃഖത്തോടെ നിൽക്കുന്നവരായിരിക്കും. പലതരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിജീവിക്കേണ്ടവരെ നിങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് അത് ജീവിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടായോണ്ടാണ് ഈശ്വരൻ അത് പരിശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കഴിവ് എന്താണോ ആ കഴിവിനനുസരിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷണം വരുന്നത് അല്ലെ. ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ എക്സാം അല്ല എന്താ UPSCക്ക് അല്ലെ. 1ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ എക്സാം ആണല്ല. 10ാം ക്ലാസ് എക്സാം എപ്പോഴാണോ വിദ്യാർത്ഥിയിൽ 10ാം ക്ലാസ് എക്സാം എഴുതാൻ പ്രാപ്തിയാണ് അവർക്ക് തോന്നുന്നത് അന്നേരം മാത്രമേ അത് എഴുതിപ്പിക്കുന്നുള്ളൂ അല്ലെ. 3ാം ക്ലാസ്സിന് എന്ത് ചെയ്യാനാ, 3ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ എക്സാം നടത്തുന്നില്ല അല്ലെ. 3ാം ക്ലാസ്സിലെ എക്സാം മാത്രമേ നടത്തുന്നുള്ളൂ. അതേപോലെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അതനുസരിച്ചുള്ള പ്രതിസന്ധികൾ തരുന്നുള്ളൂ. അപ്പം എനിക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രാപ്തി ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ഈശ്വരൻ നൽകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ മൂർത്തി നൽകുന്നത്. കാരണം എന്താണെന്നറിയോ, ആ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പെടാതെ ആരും മുമ്പിൽ എത്തിയിട്ടില്ല. അവരുടെ തലത്തില് ഇപ്പൊ നമുക്ക് 500 കിട്ടുമ്പോൾ തോന്നും 5000 കിട്ടിയാൽ നമ്മുടെ ലൈഫ് സെറ്റിലാണ്. 5000 കിട്ടുമ്പോൾ 50,000 കിട്ടിയ ലൈഫ് സെറ്റിലാണ് നിൽക്കും. 50,000 കിട്ടുമ്പോൾ 5 ലക്ഷം കിട്ടുന്നത് വിചാരിക്കും. 5 ലക്ഷം കിട്ടുമ്പോൾ 50 ലക്ഷം, 50 ലക്ഷം കിട്ടുമ്പോൾ 5 കോടി, 5 കോടി കിട്ടുമ്പോൾ 50 കോടി, 50 കോടി കിട്ടുമ്പോൾ 500 കോടി, 500 കോടി കിട്ടുമ്പോൾ 5000 കോടി, 5000 കോടി കിട്ടുമ്പോൾ 50,000 കോടി. ഇങ്ങനെ ഇരട്ടിയായിട്ട് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷനില് ആ ഒരു പ്രതിസന്ധി മറികടന്ന് നമുക്ക് അതിന് മുമ്പിൽ എത്താം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയാണ്
സോ അതിനൊക്കെ അതിജീവിക്കാൻ ഉള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ട്, അത് മനസ്സിലാക്കുക. ആ കഴിവ് നിങ്ങൾ ഇടിച്ചു താത്തി കളയല്ല, നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാവുക. എനിക്ക് ഇത്രയൊക്കെ പരീക്ഷണം വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനായ പ്രാപ്തി ഈശ്വരൻ നൽകിയിട്ടുണ്ട്, അതാണ് പരീക്ഷിക്കണേ. എനിക്കില്ലാത്ത കഴിവിനെയല്ല പരീക്ഷിക്കണേ, എനിക്കുള്ള കഴിവിനെയാണ് പരീക്ഷിക്കണേ. എനിക്കത് മറികടക്കാൻ സാധിക്കും, എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ ഇട്ടിട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പുറകോട്ട് പോകും. നിങ്ങൾ ആ സമയത്ത് അത് അതിജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം വിജയം നിങ്ങൾക്ക് എത്താൻ സാധിക്കും കേട്ടോ. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും പഠനത്തിന് ഉത്തമമായ സമയമാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാനൊക്കെ ചെയ്യാൻ നല്ല സമയമാണ്. മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാതാപിതാക്കളോട് പറയുകയാണെങ്കിൽ മക്കളിൽ പൂർണ്ണ വിശ്വാസം കൽപ്പിക്കുക. നിങ്ങളുടെ മക്കളെ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ മക്കളെ കൊണ്ട് അത് പഠിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴും പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പഠിക്കും. അവരിപ്പോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ ഓക്കെ, അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, കൃത്യമായിട്ട് അത് പഠിക്കണം. ഓക്കെ, അതല്ല പഠിക്കാതെ വെറുതെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കേണ്ട കാര്യം പഠിക്കുമെന്ന് വിചാരിച്ചു നടക്കുമെന്ന് വിചാരിച്ചാൽ തന്നെത്താനെ പുസ്തകം വന്ന് പുസ്തകത്തിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ തലയിലോട്ടൊന്നും വരികയൊന്നുമില്ല. നിങ്ങളെ പുസ്തകത്തിൽ തുറക്കണം, അത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്ത് കാര്യങ്ങളും ചെയ്തു കുഴപ്പമില്ല. ഓക്കെ, അല്ല പഠിത്തത്തിൽ മാത്രം പൂർണ്ണ ഫോക്കസ് ചെയ്യണമെന്നും പറയില്ല. നിങ്ങൾക്ക് അല്ലാതെയൊക്കെ ചെയ്യാനുള്ള ടൈമുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. സോ നിങ്ങൾക്ക് നല്ല ടൈമാണ്. ഇപ്പൊ മത്സര പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉത്തമമായ സമയമാണ്. പരീക്ഷയിലൊക്കെ പാസ്സാവാനൊക്കെ പറ്റും. നിങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ പഠനത്തിൽ കൃത്യമായി ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പൊ മത്സര പരീക്ഷയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതല്ല നോർമൽ എക്സാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോകാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികാരുടെ ഓക്കെയാണ്. ഓക്കെ, ഇപ്പൊ മാതാപിതാക്കളുണ്ട് എപ്പോഴും മക്കളുടെ പുറകെ പഠിക്കുക എന്ന് വെച്ചാൽ പുറകെ നടക്കേണ്ട, അവര് പഠിച്ചോളും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്ന സമയമല്ല ഈ മാസം എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഇതിനു മുമ്പ് ചില രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് പൂർണ്ണമായി സുഖപ്പെടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നേറ്റാണ്. എന്നാൽ ഈ മാസം കൃത്യമായി അതിനൊരു വൈദ്യം ലഭിക്കുക, അല്ലെ അന്വേഷിച്ച് കഴിഞ്ഞ് കൃത്യമായി അതിന് പരിഹരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മെഡിസിൻ ലഭിക്കുകയും അതിന് ഫലപ്രാപ്തി ലഭിക്കുകയൊക്കെ ചെയ്യും. സോ അത് അന്വേഷിക്കാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആ രോഗങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. ഈ മാസത്തിൽ വലിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഒന്നും പറയാനില്ല. വലിയ രീതിയിലൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. നമുക്ക് എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും ആ പ്രശ്നം കൃത്യമായ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മകരരാശിയെ സംബന്ധിച്ചോളം നല്ലൊരു മാസമായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കി കാണുക, എല്ലാ കാര്യങ്ങളും അതിജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. കുംഭരാശി അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാടുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7 ബുധൻ, 7 സൂര്യൻ, ജന്മത്തിൽ ശനി, അത് വക്കരത്തിലാണ്. അതേപോലെ തന്നെ 4 വ്യാഴം നിൽക്കുന്ന സമയം, 2 രാഹു നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സമയം ഇങ്ങനെ ഒരു വെപ്രാം പിടിച്ച പോലത്തെ അവസ്ഥ, വെപ്രാം പിടിച്ചൊരു സമയത്തെ പോലെ അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ വരുമാനം നമുക്ക് വന്നാലും നമുക്ക് അത്ര തൃപ്തി വരാത്തൊരവസ്ഥ, അല്ലെ നമുക്ക് അർഹിക്കുന്ന കൃത്യമായ ഒരു പ്രതിഫലം ലഭിക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. ശുക്രൻ 8 നീചത്തിൽ പോകുന്ന സമയമാണ്, അത് കേതുമായിട്ട് യോഗത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ജോലി, നല്ല ബിസിനസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ജോലിയുടെ പുരോഗതി ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ലാഭകരമായി ബിസിനസ് നടത്താൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭാഗ്യത്തൊന്നും അത്ര പ്രധാനമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ സെപ്റ്റംബർ 18 ശേഷം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അന്ന് അത്ര ഗുണമാണ് ചോദിച്ചാൽ അത്ര ഗുണവുമില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും ഈ ഒരു മാസം, സെപ്റ്റംബർ മാസം എന്ന് പറയുന്ന 100% സാറ്റിസ്ഫൈ, ഞാൻ തൃപ്തികരമാണ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടാവും ജീവിതത്തിൽ. അത് എന്തൊരു കാര്യത്തിലാവും, നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ മാസം ലഭിച്ചെന്ന് വരില്ല. നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, ഒരു ബിസിനസ് ഓണറാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം സൈൻ ചെയ്ത് കൊടുക്കേണ്ട വരിക, ഒരു അപ്രൂവേഷൻ കൊടുക്കേണ്ട വരിക, അതൊക്കെ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും അപവാദം വന്ന് നിങ്ങൾക്ക് ആ ജോലി നഷ്ടമാവാം, നിങ്ങൾക്ക് ബിസിനസ് വലിയ നഷ്ടം ഉണ്ടാവാം ഒക്കെ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷണ കാലമാണ്, അല്ലെ? നിങ്ങളെ പരീക്ഷിക്കുന്ന കാലമാണ്. അപ്പൊ നിങ്ങളുടെ പ്രാപ്തി എന്തോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക.
നിങ്ങൾ നല്ല ടാലന്റഡ് ആളാണ്, നിങ്ങൾക്ക് അതനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ അതൊക്കെ മറികടക്കേണ്ട വരും. ഓക്കെ, എന്തുകൊണ്ട് അത് മറികടക്കണം? നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നേ, അതിനുള്ള പ്രാപ്തിയുണ്ട്. ഈശ്വരൻ നോക്കുമ്പോ അല്ലെങ്കിൽ ജഗദീശ്വരൻ നോക്കുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റും, നിങ്ങൾക്ക് അതൊക്കെ മറികടക്കാൻ സാധിക്കും. അതൊക്കെ മറികടന്നെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? നല്ലൊരു അനുഭവം ഉണ്ടാവും. ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്യുക, നല്ല ഫലത്തെ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മള് എല്ലാ മോശഫലമാണ് ദുഃഖിച്ചിരിക്കുന്നത്, നമുക്ക് നല്ല ഫലം വരും. ഈ നല്ല ഫലം വരുന്ന മുമ്പ് ഈ ദുഃഖഫലത്തിൽ തരണം. എന്തിനാ? നമ്മളെ അട്ടിച്ച് പരുവപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ല രീതിയിൽ നമ്മൾ ശരീരത്തിന് വർക്ക് ചെയ്യാൻ പോയാലും ആദ്യത്തെ 2 ദിവസമൊക്കെ നമുക്ക് നല്ല ടയേർഡായിരിക്കും അല്ലെ. അതനുസരിച്ച് നമുക്ക് പിന്നീട് ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ടയേർഡ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് കൂട്ടും അല്ലെ, പയ്യെ പയ്യെ കൂട്ടി വരും. നമുക്കനുസരിച്ച് ബോഡി അല്ലെ, നമുക്കനുസരിച്ച് സ്ട്രെങ്ത് വരും, അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളെ അടിച്ച് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അതിനും കഴിഞ്ഞ് അപ്പുറത്തേക്ക് മുമ്പോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ? ജഗദീശ്വരൻ നോക്കിയല്ലേ, ഭഗവാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് അത്ര കഴിവുണ്ടായോണ്ട്, ആ പ്രാപ്തി കൊണ്ട് എനിക്കിതിനെ മറികടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ ഈ ഒരു പരീക്ഷണം എനിക്ക് തന്നത് അല്ലെ. അപ്പൊ എനിക്കത് പരിശ്രമിച്ച് അല്ലെങ്കിൽ എനിക്ക് മറികടക്കാൻ സാധിക്കില്ലേ? ഞാൻ മറികടക്കണ്ടേ? ഞാൻ മറികടക്കണം എന്നൊരു പ്രതീക്ഷയിലായിരിക്കണല്ലേ ഈശ്വരനെ തന്നത്. സോ എന്ത് ചെയ്യണം? എനിക്കത് മറികടന്നേ പറ്റുള്ളൂ. ഓക്കെ, എന്നെ വിശ്വസിച്ച് ഈശ്വരൻ ഇങ്ങനെ ഒരു കാര്യം തന്നു, എനിക്ക് ഈ പരീക്ഷണം തന്നു. ഞാൻ എന്ത് ചെയ്യണം? കൃത്യമായി അത് വൃത്തിയായി അത് പരീക്ഷണത്തെ മറികടക്കാൻ സാധിക്കണം അല്ലെ. അങ്ങനെ ചിന്തിക്കണ്ടേ. അതുപോലെ നമ്മൾ നോക്കുക, ഈ കുടുംബത്തെ നോക്കുകയാണെങ്കിലും വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. പ്രണയത്തിലുള്ളവർക്കും അത്ര സുഖകരമായിട്ടൊരു അവസ്ഥയൊന്നും ആയിരിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും വലിയ സ്വരച്ചേർച്ചയിലൊന്നും ആയിരിക്കില്ല പോവുക. കലഹം, വർക്ക്, തർക്കം, പിണക്കം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുക. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലായിരിക്കും നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ജോലി പോകുന്നവരുണ്ടാകുക, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ജോലി ശ്രദ്ധിക്കണം, ഭർത്താവിനെ ശ്രദ്ധിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കണം, ഇപ്പം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. മൊത്തത്തിലൊരു അതല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങള്, ജോലി തിരക്കുകള് ഒക്കെ ഉണ്ടാവും. അതിനുള്ള ഭാരങ്ങള്, അത് എക്സ്ട്രാ പറഞ്ഞ സ്ട്രെസ്, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമയമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ മറികടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, അത് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ മനസ്സിലാക്കുക. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഓക്കെ, മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളാണ് ഈ മകരരാശി ഉള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർക്ക് ഈ മാസം ഇങ്ങനെയൊക്കെയാണ്. സോ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നേ ഒരു മാസത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ശാരീരികമായ ചില ബുദ്ധിമുട്ട്, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. സ്ട്രെസ് ഒക്കെ ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് ചുറ്റും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ആവും, ടെൻഷനൊക്കെ ആവും. സോ നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക, പെയർ ചെയ്യുക. ഓക്കെ, ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുൻകരുതലൊക്കെ എടുക്കേണ്ട സമയമാണ്. എക്സ്ട്രാ ടേക്ക് കെയർ ഒക്കെ വേണം. വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ദൂരെ യാത്രകൾ പോകുന്നവർ ശ്രദ്ധിക്കുക. 8 ശുക്രൻ മറയുന്ന സമയമാണ്. അതിനൊപ്പം കേതു ശനി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ പറയാവുന്ന ടൈമാണ്. ആരോഗ്യത്തിന് നമ്മൾ വളരെയധികം ജാഗ്രത ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ മാസം കരകയറാൻ സാധിക്കും. മീനരാശി. ഉരുട്ടാതി കാലം ഉത്തിരുട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയാം. ഇവരെ സംബന്ധിച്ച് ഈ തൊഴിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, ബിസിനസ് പ്രൊഫഷനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ എന്താണോ ചെയ്തത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഉള്ള ജോലി എന്താണോ അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. നമ്മൾ അതിന് ജോലി മാറാണോ ബിസിനസ് മാറി ചിന്തിക്കാനോ നോക്കണ്ട, അത് തന്നെ ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക? കഠിനമായി അധ്വാനിക്കുക, കുറച്ചുകൂടി വർക്ക് ഹാർഡ് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഒന്നിന് പകരം 10 മടങ്ങായിട്ട് ജോലി ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതനുസരിച്ച് ഒരു ഫലം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒന്ന് ചെയ്യുന്ന ഫലം കിട്ടും. 10 മടങ്ങായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്തെങ്കിൽ ഫലം കിട്ടും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ ടയർഡ്നെസ് ഒക്കെ വരാം. ഓക്കെ, മടുപ്പൊക്കെ തോന്നാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ മാസത്തെ നോക്കിക്കാണുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്യുക, കഠിന അധ്വാനം ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? തൊഴില് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. അതുപോലെ തൊഴിലില്ല അന്വേഷിക്കുന്നവർക്കൊക്കെ ശ്രമിക്കുക. ചിലപ്പോൾ കിട്ടുന്നവല്ല, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാണോ കിട്ടുന്നത് അന്ന് വരെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് വേണ്ട കൃത്യമായി നിങ്ങൾക്ക് അനുഭവത്തിൽ വരേണ്ട തൊഴിൽ ഏതാണോ അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ വീട്ടിലേക്ക് ലെറ്റർ വരുമെന്ന് വിചാരിച്ചിരിക്കല്ല, പരിശ്രമിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് ലഭിക്കും. അതേപോലെ നോക്കാൻ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കുള്ളവര് ശ്രദ്ധിച്ചു മാത്രം ഓരോ കാര്യം ചെയ്യാം. ഒന്നിനു പുറമെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നിനു പുറമെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാതെ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിച്ച ശേഷം മാത്രം ചെയ്യാം. വേഗതയെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധൃതിപ്പെട്ട ഒരു കാര്യത്തിൽ ഇറങ്ങണ്ട. ഇച്ചിരി വേഗതയൊക്കെ കുറച്ച് വെച്ച നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു മാത്രം ഓരോ കാര്യം ചെയ്യുക. ഒന്നിനും നമ്മൾ ഓവർ റിയാക്റ്റീവ് ആവാണ്ട്. എന്തൊരു കാര്യത്തിലും ഓവർ, ഇപ്പൊ ജോലി സ്ഥലത്തായാലും ഫാമിലിയിലായാലും നമ്മൾ ഓവർ റിയാക്റ്റീവ് ആവണ്ട. നമ്മളൊന്ന് പേഷ്യൻസ് കൈപ്പിടിക്കുക. അപ്പൊ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് ജീവിതം കാണാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. ചെറിയ ചൊറച്ച കുറവ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ച വലിയ പ്രശ്നമില്ലെങ്കിൽ അത് ഡൈവേഴ്സിലോട്ട് പോകും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡൈവേഴ്സ് അതുപോലെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ശ്രദ്ധിച്ച വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും. പരസ്പരം ഒന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള, കുറച്ച് സമയമൊക്കെ ആവശ്യമായി വേണ്ടി വരുന്ന കാര്യമാണ്. സോ അത് മനസ്സിലാക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ. വിവാഹത്തിനൊക്കെ അത്ര അനുകൂലമായ സമയമല്ല, ചെലവൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനാവശ്യമായ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വർക്ക് കുറച്ച് കൂടുതലായി നമുക്ക് ജോലിയിലുണ്ടാകുന്ന ഭാരം കുറച്ച് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ നമ്മുടെ 2 കൈ പോരാത്ത സിറ്റുവേഷൻ, 2 കൈ ഉണ്ടായിട്ട് 4 കൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പണി തീർന്നേനെ, ഒരു 10 കൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പണി തീർന്നേനെ. എന്നാലും തികയുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊക്കെ നോക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഒക്കെ ചിന്തിക്കാവുന്ന സമയമാണ്. ആരൊക്കെങ്കിലൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകും. സോ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം. ഓക്കെ, ഒന്ന് പഠിക്കേണ്ട സാധനം 10 തവണ പഠിക്കണം. മറ്റുള്ളവർ 5 പഠിക്കുമ്പോൾ നിങ്ങൾ 100 പഠിക്കുക. ഓക്കെ, അത്ര ഹാർഡ് വർക്ക് ചെയ്യും. ഹെവി ഹാർഡ് വർക്ക് ആവശ്യമാണ്. ഓക്കെ, അത്ര ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പരീക്ഷയുടെ ഒക്കെ എഴുതുന്നവരെ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ലാത്തൊരു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ പേടിക്കണ്ട. അതുപോലെ തന്നെ പ്രാക്ടീസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എക്സാം പ്രാക്ടീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. 7 വർഷം സമയമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കഠിനമായി തന്നെ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഫുൾ പോർഷൻസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്കൊക്കെ ഇന്ന പോർഷനെ പരീക്ഷയ്ക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നിൽക്കാതെ പൂർണ്ണമായി പഠിക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് പൂർണ്ണമായി വർക്ക് ചെയ്യുക. നമ്മൾ നന്നായി വർക്ക് ചെയ്തു, പിന്നെ പരീക്ഷയ്ക്ക് നമ്മൾ തോപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഫുൾ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ പാഠം നമുക്ക് കാണാപ്പാടാണ്, അല്ലെങ്കിൽ മൊത്തം അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് പരീക്ഷ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റൂലേ? സോ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. സോ നിങ്ങൾ പൂർണ്ണമായി തന്നെ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂട്ടുകെട്ടൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക. നല്ല കൂട്ടുകെട്ടാണോ, നമുക്ക് വല്ല അപകടം പറ്റുന്ന കൂട്ടുകെട്ടാണോ എന്ന് ചിന്തിച്ച് മാത്രം ആ കൂട്ടുകെട്ടുകളിൽ പോയി ചീത്ത സ്വഭാവങ്ങളുള്ള കൂട്ടുകെട്ടിലേക്ക് നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. പേരൻസ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വലിയ പ്രശ്നങ്ങളുണ്ടോന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കാൻ ആവശ്യമാണ്. കൊച്ചിന് എന്തൊരു കാര്യത്തിന് സപ്പോർട്ടൊക്കെ ഉണ്ട്. മരുന്ന് കാര്യങ്ങളിലൊക്കെ ഫലക്ടൊക്കെ പ്രദാനം ചെയ്യും. ഗുരും കുജനങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയമാണ്. സോ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ മറികടക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിനൊക്കെ മറികടക്കും. ഗുരും കുജനൊക്കെ അടുത്തടുത്ത രാശികളിലാണ് നിൽക്കുക. സോ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളോടും പറയാനുള്ളത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഓവർ എക്സ്പെക്ടേഷൻ ആണ് മക്കളെ നിങ്ങൾക്ക് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പം മുതിർന്നവരോട് പറയുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം? ഓവർ എക്സ്പെക്ടേഷനിലൊന്നും വേണ്ട. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ജീവിതം മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക, നിർവഹിച്ചു പോവുക. നിങ്ങൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായി നിർവഹിച്ചു പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ലൊരു റിസൾട്ട് ലഭിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മീനരാശിയുടെ ഫലം ഇതൊക്കെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ പേര്, നക്ഷത്രം താരെ കമന്റ് ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേര്, നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്. ആഗ്രഹം കൂടി ഏതുവാണെങ്കിൽ ഉത്തമം. ഇനി അത് എഴുതിയില്ലേലും വിഷയമില്ല കേട്ടോ. പേര്, നക്ഷത്രം എഴുതിയാൽ മതി. അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക, മിക്സ് ആയി പോവാതെ നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേരും നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പേര്, നക്ഷത്രം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു. അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട നമ്മുടെ സ്വയം ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയം ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇരിക്കുക. അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയൊക്കെ മേടരാശിക്കാര് മേടത്തിൽ ജനിച്ചവരുണ്ടോ, മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ, രാശി ജനിച്ചവരുണ്ടോ, ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത്. ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു, നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക, നമുക്ക് ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വളരെ പ്രധാനമായി പങ്കുവഹിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു മാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ, നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റില്ല. കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഗോചരാൾ നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആധിക്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ്, അല്ലെ, നമ്മുടെ തലവരെയാണ്. അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിലായിട്ട് കരയാം. അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം, മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക, എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക, പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്നം നടത്തുകയും അത്യുത്തമമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത്, എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാതെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ. അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും, അല്ലെ. ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും, അല്ലെ, ഒരു പൊതു ഫലം എടുത്തു കാണും. അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കോ, ടെൻഷൻ കേട്ടോ, പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട. കാരണം എന്താ, ഗോചര ഫലത്തെയും കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക. അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക, ദുഃഖമൊന്നും വേണ്ട കേട്ടോ. അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക, വേണ്ട മുൻകരുതലുകൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി വർക്ക് ചെയ്യുക. നമ്മുടെ കർമ്മം, നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ, അല്ലെ. അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കേട്ടോ. അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണ് വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല. ചീത്ത ഫലമാണ് ഓർത്തും പേടിച്ചിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചീത്ത ഫലത്തിൽ നമ്മൾ അധികമായി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവിടെ വെറുതെ അല്ല ഇരിക്കണ്ട, അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ, എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക, ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത. നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ, അത് യേശു ആവാം, അല്ലാഹു ആവാം, ശിവനാവാം, വിഷ്ണു ആവാം, ദേവിയാവാം, ആരും ആവാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ, ആ ഒരു പ്രപഞ്ച ശക്തിയാവാം, ആരാണോ ആ ഒരു എനർജി നമ്മളിലേക്ക്, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ. നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും. ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും, ദോഷഫലങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ എന്നോർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ. നല്ലൊരു മാസമായിട്ട് കാണുക, ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നേ.